لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. باب من الشرك النذر لغير الله وقول الله تعالى يوفون بالنذر ويخافون يوما كان شره مستطيرا وقوله تعالى وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه. وفي الصحيح عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال من نذر أن يطيع الله فليطعه ومن نذر أن يعصي الله فلا يعصيه. فيه مسائل: الأولى وجوب الوفاء بالنذر، الثانية إذا ثبت كونه عبادة لله فصرفه إلى غيره شرك، الثالثة أن نذر المعصية لا يجوز الوفاء به. സഹോദരന്മാരെ, കിതാബ് തൗഹീദിൽ ഗ്രന്ഥകർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള മസ്അലകൾ, ആദ്യമായി കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ്, എന്താണ് തൗഹീദ് എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഒന്നാമത്തെ മസ്അല ഫദ്ലു തൗഹീദ് വമാ യുകഫിറു മിനൽ ദുനൂബ്, തൗഹീദിന്റെ ശ്രേഷ്ഠത എന്താണ്, മികവെന്താണ്, തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപങ്ങൾ തൗഹീദിന്റെ ഫദ്ല് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. തൊട്ടുശേഷം മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നഹ ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, തൗഹീദിനെ ഒരാൾ തഹ്ഖീഖ് ചെയ്താൽ, ശരിക്കും സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഹിസാബും അദാബും ഇല്ലാതെ കണ്ട് എന്ന കാര്യം അതിന് ശേഷം പറഞ്ഞു. പിന്നീട് ബാബുൽ ഖൗഫ് മിനശ്ശിർക്ക്, അതുകൊണ്ട് തന്നെ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിനെ സംബന്ധിച്ച് സൂക്ഷ്മത പുലർത്തുകയും നമ്മൾ ഭയപ്പാട് കാണിക്കുകയും ചെയ്യേണ്ടതിനെക്കുറിച്ച് വിശദീകരിച്ചു. പിന്നീട് പറഞ്ഞു الدعاء إلى شهادة أن لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് പ്രത്യേകം അധ്യായം തിരിച്ചുകൊണ്ട് തന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. അതിനുശേഷം പിന്നീട് മസ്അലകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പറഞ്ഞത് അത്രയും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവം മുൻനിർത്തി അദ്ദേഹം ഗ്രന്ഥത്തിന്റെ പ്രാരംഭത്തിൽ കൊടുത്തിട്ടുള്ള മുഖവുരകളാണ്. ശേഷം പറയുന്നു തഫ്സീറു തൗഹീദ് വശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ വ്യാഖ്യാനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ വ്യാഖ്യാനം എന്താണ്? അതിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ? ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ? തൗഹീദിന്റെ വ്യാഖ്യാനം അദ്ദേഹം പിന്നീട് പറഞ്ഞു. അതിനുശേഷം അതിന്റെ തൗഹീദിന്റെ വ്യാഖ്യാനമായി തീരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ തഫ്സീറായി തീരുന്ന മസ്അലകൾ ഓരോന്നായി പറഞ്ഞു. ഒന്ന് ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈത്ത് ലിറഫ്ഇൽ ബലാ ഔ ദഫ്ഇഹി. ഒരാൾക്ക് വന്നുപെട്ടിരിക്കുന്ന ഒരു ആപത്ത് ഇല്ലായ്മ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വന്നുപെട്ടേക്കാം എന്നയാൾ ഭയപ്പെടുന്ന ഒരു ആപത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയോ നൂല് കെട്ടുക, അതല്ലെങ്കിൽ റിങ് ധരിക്കുക പോലുള്ള കാര്യങ്ങൾ ജാഹിലിയ്യത്തിലും അതുപോലെ തന്നെ ആധുനിക സമൂഹങ്ങളിൽ പോലും കണ്ടുവരുന്ന കാര്യമാണ്. അത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്ന കാര്യം വിശദീകരിച്ചു. അതിനുശേഷം അർറുഖാ വത്തമാഇം, മന്ത്രങ്ങൾ, ശിർക്കിന്റെ മന്ത്രങ്ങൾ, വത്തമാഇം, ഏലസുകൾ, ഐക്കല്ലുകൾ, അത് കെട്ടുന്നത് ശിർക്കിന്റെ വചനങ്ങൾ അടങ്ങുന്ന ശിർക്കൻ ആശയങ്ങളുള്ള മന്ത്രങ്ങൾ നടത്തുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നുള്ളത് പ്രത്യേകം അധ്യായം ചേർത്തുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അത്തബറുഖു ബിശജറത്തിൻ ഔ ഹജരിൻ വനഹ്വിഹിമാ, വൃക്ഷമോ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനമോ ഇങ്ങനെയുള്ളതിനോട് തബറുക്ക് ചെയ്യുന്നത്, ബർക്കത്ത് ചോദിക്കുന്നത്, ഐശ്വര്യം ചോദിക്കുന്നത്, ആശീർവാദം തേടുന്നത് അത് തൗഹീദിന്റെ വിരുദ്ധമായ നടപടിയാണ്, അത് ശിർക്കാണ് എന്നുള്ള കാര്യം അതാണ് പിന്നീട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അസ്സബ്ഹു ലിഗൈരില്ലാഹ്, അസ്സബ്ഹു ലിഗൈരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് വേണ്ടി ദബ്ഹ് ചെയ്യുന്നതിനെ കുറിച്ച്, അറവ് നടത്തുന്നത്, ബലി നൽകുന്നത് അത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന കാര്യം പറഞ്ഞു. അത് പറയുമ്പോൾ അതിൽ നിന്ന് ഫർഇയായ ഒരു മസ്അല അധ്യായം ചേർത്തുകൊണ്ട് തന്നെ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അല്ലാഹുവിന് അറവ് നടത്താൻ പാടില്ല, അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ പാടില്ല. അസ്ദബഹു അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ദബ്ഹ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിന് ബലി നൽകാൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ദബ്ഹ് നടത്താൻ പാടില്ല എന്ന കാര്യവും അതിനുശേഷം പറഞ്ഞു. ഇനി അതിനുശേഷം നദിറിലേക്ക്, ഈ പറഞ്ഞ അറവ് പലപ്പോഴും നേർച്ചയായി വരാറുണ്ട്. അതിനുശേഷം മൊത്തത്തിൽ ഇനി അറവല്ലാത്ത മറ്റു നേർച്ചകളും അവയെക്കുറിച്ച് വിശദീകരിക്കാൻ പോവുകയാണ്. നേർച്ചകൾ പല രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു ബാബുൻ ഐ ഹാദാ ബാബ് മുൻഫസിലുൻ അമ്മാ ഖബ്ല, മുമ്പ് പറഞ്ഞതിൽ നിന്ന് വേർതിരിഞ്ഞിട്ടുള്ള സ്വതന്ത്രമായ മറ്റൊരു വിഷയമെന്ന നിലക്ക് വേർതിരിയുന്ന ഒരു കാര്യം, അതാണ് ബാബ്. എന്താണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്? മിനശ്ശിർക്കി അന്നസ്റു ലിഗൈരില്ലാഹ്, അന്നസ്റു ലിഗൈരില്ലാഹി മിനശ്ശിർക്ക്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന നേർച്ചകൾ അത് ശിർക്കാകുന്നു. മിനശ്ശിർക്ക് അത് ഖബറാണ്, അത് പ്രെഡിക്കേറ്റ് ആണ്, നേരത്തെ പറഞ്ഞു. അത് അതിന്റെ പ്രാധാന്യം കാരണത്താൽ കൂടിയാണ്. ശിർക്കിൽപ്പെട്ടതാണ്. അന്നസ്റു ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്നത് ശിർക്കാണ്.
അതിനു വേണ്ടി 2 ആയത്തുകളും ഒരു ഹദീസുമാണ് ദലീലായി മുസന്നിഫ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേർച്ചയെക്കുറിച്ച് പറയാനുള്ള ആമുഖമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അധ്യായത്തിലും അതിന്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിലും ഏതാണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നസർ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് ഒരാൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന നിർബന്ധമായ ഇബാദത്തുകൾ, അതാണ് ആദ്യത്തെ നേർച്ചകൾ. അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് നിയമമാക്കിയ നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ നേർച്ചകളാണ്, നേർച്ചക്കടങ്ങളാണ്. അതാണ് നേർച്ച എന്ന് പറയുമ്പോൾ അഹ്ലുൽ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിമീങ്ങൾ ആദ്യമായി മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പല തട്ടുകളിലായിട്ടാണ്. ഒന്ന്, നിർബന്ധമായും ചെയ്യേണ്ടത്, ഫർള്, വാജിബ് എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കും. മറ്റൊന്ന്, ഒരാൾക്കത് ചെയ്യുക വളരെ അഭികാമ്യമാണ്, വല്ല കാരണവശാലും അത് അയാളിൽ നിന്ന് ഉപേക്ഷ സംഭവിച്ചാൽ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. അത്തരം കാര്യങ്ങൾ നവാഫിലുകൾ, തത്തവുആത്തുകൾ. മൂന്നാമത്തേത് മുബാഹുകളാണ്, അനുവദനീയമാണ്, ചെയ്യാം ചെയ്യാതിരിക്കാം, അത് അയാൾക്ക് സൗകര്യമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ശിക്ഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രതിഫലമോ അതുമായി ബന്ധപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത കേവലം അനുവദനീയമായ കാര്യങ്ങൾ. പിന്നെയോ അതിനുശേഷം പിന്നീട് ഉപേക്ഷിക്കലാണ് നല്ലത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ അള്ളാഹു പിടികൂടി ശിക്ഷിക്കില്ല, അതാണ് മക്റൂഹാത്തുകൾ. അതിനുശേഷം നിർബന്ധമായും വെടിഞ്ഞിരിക്കേണ്ട, ഒഴിവാക്കിയിരിക്കേണ്ട മഹ്മൂർ, വിലക്കപ്പെട്ട മുൻകറായ, ഹറാമായ, മുഹറമായ കാര്യങ്ങൾ. ഇങ്ങനെയാണ് മനുഷ്യനോട് അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളെ വേർതിരിച്ചു തന്നിരിക്കുന്നത്. നിർബന്ധമായി ചെയ്യേണ്ടത്, അഭികാമ്യമായിട്ടുള്ളത്, അനുവദനീയമായിട്ടുള്ളത്, അനഭിലഷണീയമായിട്ടുള്ളത്, നിർബന്ധമായും വർജിക്കേണ്ടത്. അതിൽ നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് നസറിലെ ആദ്യത്തെ ഇനം. നസർ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ബാധ്യത, അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട കടമകളിൽ, ഹുഖൂഖുകളിൽ ആദ്യത്തേത്, അത് അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ഹദീസുൽ വലി, ആ ഹദീസിൽ, സുപ്രസിദ്ധമായ ഹദീസുൽ വലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നമുക്ക് വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യമാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈ, എന്റെ അടിയാറുകളിൽപ്പെട്ട ഒരു അടിയാനും എന്റെ സാമീപ്യം തേടുന്നതിനു വേണ്ടി അനുഷ്ഠിക്കുന്നില്ല ഒരു കാര്യവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിമ്മഫ്തറൽതുഹു അലൈഹി, അവനു ഞാൻ ഫറളായി നിശ്ചയിച്ചിട്ടുള്ള കാര്യത്തെക്കാൾ. അപ്പൊ അള്ളാന്റെ സാമീപ്യമാണ് ഒരുവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഖുർബത്ത് ലഭിക്കാൻ അള്ളാഹ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നമ്മോടവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. ഫർള് നമസ്കരിക്കുന്ന അത്ര, ഫർളായ നോമ്പ് നമ്മൾ നോൽക്കുന്നതിന്റെ അത്രത്തോളം, ഫർളായ ഹജ്ജ്, ഫർളായ സക്കാത്ത് നമ്മൾ ചെയ്യുന്നിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം വേറെയില്ല. ഫർളുകൾ കഴിഞ്ഞിട്ട് തതവ്വുആത്തുകൾ, ഐച്ഛികമായ കാര്യങ്ങൾ അതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ഒരു അടിയാൻ ഫർളുകൾ മുഴുവനും ചെയ്തു തീർത്തതിന് ശേഷം വമാസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളുകളെല്ലാം ചെയ്തു തീർത്ത ഒരാൾക്ക് പിന്നെയും അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നതിന് വഴികൾ വേറെയുണ്ട്. പിന്നെയും കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് അയാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഫർളുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നവാഫിലുകൾ ഒരാൾ ചെയ്യേണ്ടത്. അങ്ങനെ നവാഫിലുകൾ ചെയ്ത്, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്ത് ഒരു അടിയാൻ എന്റെ സാമീപ്യം നേടിക്കൊണ്ടിരിക്കും. ഹത്താ അകൂന സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി അലൈഹാ. അങ്ങനെ
അള്ളാഹുവിന്റെ ആ സാമീപ്യം തേടി നവാഫിലുകൾ കൂടുതൽ ചെയ്തിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അയാൾ കാണില്ല, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അയാൾ കേൾക്കില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലല്ലാതെ അയാൾ പരിശ്രമിക്കില്ല. അയാളുടെ കൈകൾ കൊണ്ടോ അയാളുടെ കാലുകൾ കൊണ്ടോ നടന്നെടുക്കുകയോ അല്ലെങ്കിൽ കൈകൾ കൊണ്ട് പിടിക്കുകയോ ചെയ്യില്ല. എല്ലാം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് തന്റെ ജീവിതത്തെ മുഴുവനായി ക്രമീകരിക്കുന്ന ആളുകൾ അവരാണ് വലിയകൾ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെസിറിൽ ആദ്യം വരുന്നത് അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യമാണ്. അത് കഴിഞ്ഞാൽ അള്ളാഹ് നിർബന്ധമാക്കിയിട്ടില്ലാത്ത വിഷയങ്ങൾ അത് ഒരാൾ സ്വയം ഒരു ബാധ്യതയായി പ്രഖ്യാപിക്കുന്നു, സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്നു, അതും നെസിറിന്റെ കൂട്ടത്തിൽപ്പെടും. ഇതാണ് ഇന്ന് നെസിർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തെറ്റായ രൂപത്തിൽ മുമ്പ് തന്നെ കടന്നുകൂടിയത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ല, നെസിർ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കുള്ള നെസിറാണ്, അവൻ ഫർളാക്കിയ കാര്യങ്ങളൊക്കെ. ആ നെസിർ പൂർത്തീകരിച്ചിട്ട് ഐച്ഛികമായ കാര്യങ്ങളിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഐച്ഛികമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ അത് വീഴ്ച വരാതിരിക്കുന്നതിനു വേണ്ടി സ്വയം അത് നിർബന്ധമായി നേർച്ചയാക്കിയാൽ, നിർബന്ധമാണ്, നേർച്ചയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ അയാൾക്കത് ലംഘിക്കാൻ പാടില്ല, അത് ചെയ്തിരിക്കണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യൂഫൂന ബിന്നദർ, നല്ല മനുഷ്യരെ കുറിച്ച്, അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന നല്ലവരായ ആളുകളെ സംബന്ധിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്നു, വർണ്ണിക്കുന്നു. യൂഫൂന ബിന്നദർ, അവർ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ്. നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ മഫ്തറല്ലാഹു അലൈഹി, ആദ്യം അള്ളാഹ് അവർക്ക് ഫർളാക്കിയ കാര്യങ്ങൾ അതിൽ ഉപേക്ഷ വരുത്താതെ, അലംഭാവം കാണിക്കാതെ അത് പൂർത്തീകരിക്കും. അതിനുശേഷം ഐച്ഛികമായ കാര്യങ്ങൾ സ്വയം അവർ നിർബന്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നേർച്ചക്കടമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവർ പൂർത്തീകരിക്കും. വയഖാഫൂന യൗമൻ, അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. യൗമൻ കാന ശർറുഹു മുസ്തതീറ, ഒരു ഭയാനകമായ ദിവസത്തെ. ആ ദിവസത്തിന്റെ ഷർറ്, ആ ദിവസത്തിന്റെ ഷർറുകൾ മുസ്തതീറ, വളരെ വ്യാപകവും വളരെ ഗുരുതരവുമാണ്, ഭയാനകമാണ്. അഥവാ അന്ത്യനാൾ, അന്ത്യനാളിനെ അവർ സൂക്ഷിക്കുകയും ചെയ്യും. ഈ ആയത്തിൽ രണ്ടു കാര്യങ്ങൾ വ്യക്തമായി വന്നിരിക്കുകയാണ്. ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിദകൾ രണ്ടാണ്. ഒന്ന്, വുജൂബുൽ വഫാഇ ബിന്നദർ, ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ നേർച്ച പൂർത്തീകരിക്കണം. അള്ളാഹ് ഫർളാക്കിയ ഒരു കാര്യം എപ്രകാരം പൂർത്തീകരിക്കൽ അയാൾക്ക് കടമയാണോ അതേപോലെ തന്നെ പൂർത്തീകരിക്കൽ കടമയാണ്. അയാൾ സ്വയം നേർച്ചയായി പ്രഖ്യാപിച്ച ഐച്ഛികമായ ആരാധനകൾ, ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ അയാൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, ബാധ്യതയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കലും അള്ളാഹ് ഫർളാക്കിയ കാര്യങ്ങൾ നേർച്ചയാകുന്നത് പോലെ ഇതും നേർച്ചയായി തീരുന്നതാണ്. അപ്പൊ വഫാഉൻ നസർ, നേർച്ച നേരുന്നവരാണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. ഈ ആയത്തില് പറയുന്നത് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നവരാണ്. ആയത്തിലോ ഹദീസിലോ എവിടെയും നിങ്ങൾ നേർച്ച നേരുവീൻ എന്ന് വ്യക്തമായൊരു കൽപ്പന നമുക്ക് കാണുക സാധ്യമല്ല. മറിച്ച് നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ് കാണുക. നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ശൈലിയിൽ ഖുർആനിലും ഹദീസിലും കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ നേർച്ചകൾ നേരൂ, നേർച്ചകൾ നേരൂ എന്ന അർത്ഥത്തിൽ കൽപ്പനകൾ ഉണ്ടാകുമ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ അവരുടെ കാല് ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയുമാണ്. സാരിയത്തിന്റെ നേർച്ചകളിലേക്ക് ജനങ്ങൾ പോകാം, മുജാസാത്തിന്റെ നേർച്ചകളിലേക്ക് ജനങ്ങൾ പോകാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റുകളിലേക്കും അവർ പോകാനൊക്കെ സാധ്യതയുള്ളൊരു മേഖലയാണ്. മറിച്ച് കൃത്യമായ വഴിയിൽ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ച പൂർത്തീകരിക്കണം. പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുക. വഫാഉൻ നസർ, നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്, അതൊരു പുണ്യകർമ്മവുമാണ്. ത്വാഅത്തലില്ല. രണ്ടാമത്തേത്, നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
ഒന്ന്, നേർച്ച പൂർത്തീകരിക്കൽ വുജൂബാണ് എന്ന് ഈ ആയത്തിൽ വരുന്നു. രണ്ടാമത്തേത്, നേർച്ച പൂർത്തീകരിക്കുന്ന നേർച്ചകൾ പൂർത്തീകരിക്കുന്നതിന് അള്ളാഹു പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു, നേർച്ചകൾ നേരുന്നതിനെയല്ല. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് നേർച്ചകൾ നേരുന്നതിന് കുഴപ്പമില്ല, നേർന്നോളൂ എന്ന് വന്നു ചേരുന്നു. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് മൻസൂഖായിട്ട് ആയത്തിലുള്ളത് അൽ വഫാഉ ബിൻ നദർ, നേർച്ച പൂർത്തീകരിക്കുന്ന കാര്യമാണ്. നേർച്ച പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു. ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രണ്ടാശയങ്ങളാണ് സൂറത്തുൽ ഇൻസാനിലുള്ള ഈ വചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وقوله تعالى وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه. നിങ്ങൾ എന്തെങ്കിലും ഒരു ദാനങ്ങൾ, നഫഖത്തുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അതെന്തുമാകട്ടെ, അത് സമ്പത്താകാം, ശാരീരിക ശേഷിയാകാം, ഭൗതിക ശേഷിയാകാം, അധികാരമാകാം, സ്വാധീനമാകാം, ഇങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ എന്തുമാകട്ടെ, അതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന യാതൊന്നും, ഔ നദർതും മിൻ നദരിൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്ന നേർച്ചകൾ, ആ നേർച്ചകൾ ഏതു തന്നെ നിങ്ങൾ നേർന്നാലും ഫഇന്നല്ലാഹ യഅലംഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതവൻ അറിയുന്നു. അല്ലാഹു അത് അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ധ്വനി? അതിന്റെ ധ്വനി ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചത്, يخبر تعالى بأنه عالم بجميع ما يعمله العاملون من الخيرات. അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു ശരിക്കും അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് മനുഷ്യർ ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങൾ മിനൻ നഫഖാത്ത് വൽ മൻദൂറാത്ത്, ഒന്നുകിൽ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്ന, ചെലവഴിക്കുന്ന നഫഖത്തുകളാകാം, അല്ലെങ്കിൽ ഒരാൾ സ്വയം ബാധ്യതയായി പ്രഖ്യാപിക്കുന്ന, കടമയായി പ്രഖ്യാപിക്കുന്ന നേർച്ചകളാകാം. വതളമ്മന ദാലിക മുജാസാതുഹു, അല്ലാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചേരുന്ന ആശയം മുജാസാതുഹു അലാ ദാലിക ഔഫറൽ ജസാ ലിൽ ആമിലീന ബിഹി ഇബ്തിഗാഅ വജ്ഹിഹി, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകും എന്നുള്ളതും ഇതിൽ തന്നെ ധ്വനിപ്പിക്കുന്നു. ഈ ആയത്തിൽ അല്ലാഹു അതറിയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ധ്വനി, അതിന് പൂർണ്ണമായ പ്രതിഫലം അവൻ നൽകുമെന്നുള്ള വഅദാണ്, അവന്റെ വാഗ്ദാനമാണ്. അപ്പോ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരാൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന നിഅമത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ അത് അല്ലാഹു അറിയുന്നു, അതിന് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുന്നു. ഒരാൾ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഐച്ഛികമായ കർമ്മങ്ങളായിരുന്നു, പക്ഷെ അയാൾ അത് സ്വയം നിർബന്ധമായി, സ്വയം കടമയായി പ്രഖ്യാപിച്ചു, അത് പൂർത്തീകരിക്കുന്നുവെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് നിർബന്ധമാണെന്നും പൂർത്തീകരിക്കുന്നവരെ അല്ലാഹു പ്രശംസിക്കുക മാത്രമല്ല അത് അല്ലാഹു അറിയുന്നു, അതിന് ഔഫറുൽ ജസാ, പൂർണ്ണമായ പ്രതിഫലം അവൻ നൽകും എന്നവൻ വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന നേർച്ചകൾ, ഇങ്ങനെയുള്ള നേർച്ചകൾ വളരെ കുറവാണ്. മുസ്ലിം വീടുകളിൽ പലപ്പോഴും നേർച്ചകൾ നേരുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും. ഈ നേർച്ച ആർക്കാണ്? ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കി, അത് ഏതെങ്കിലും ഒരു ഖബറ്, ആ ഖബറിലുള്ള മഹാൻ എന്നവർ ജൽപ്പിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശം, ആ പ്രദേശത്തുള്ള, ആ നാട്ടിലുള്ള വലിയ, അവിടെ ഏതൊരു മഹാൻ ഉണ്ടായിരുന്നു പോലും, ആ മഹാനു വേണ്ടി, ആ പ്രദേശത്തിന് വേണ്ടി, ഞാൻ മുനമ്പത്തെ ബീവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന ഔലിയക്ക് വേണ്ടി, അല്ലെങ്കിൽ അജ്മീറിലേക്ക്, അല്ലെങ്കിൽ നാഗൂരിലേക്ക് ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. ഇതാണ് മുസ്ലിം ബഹുജനങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുള്ള, അവർക്ക് പരിചിതമായിട്ടുള്ള നേർച്ചയുടെ രൂപങ്ങൾ ഇങ്ങനെയാണ്. ഇതാണ് അധികവും നാടുകളിൽ കണ്ടുവരുന്നത്.
ഇതെന്താണ്? അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നൽകപ്പെടുന്ന ഇത്തരം നേർച്ചകൾ അത് ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി, ഖബറാളികൾക്ക് വേണ്ടി അവർ മഹാന്മാരാണെന്ന് ജൽപ്പിച്ച് അവർക്കാണ് നേർച്ച നേരുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇദാ അലിംത ദാലിക ഫഹാദിഹി നുദൂറുൽ വാഖിഅതു മിൻ ഉബാദിൽ ഖുബൂർ. ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരിൽ നിന്ന് സംഭവിക്കുന്ന നേർച്ചകൾ ലിയഖ്ലൂ ലഹും ഹബായിജഹും, ആ നേർച്ചകൾ അവർ നേരുന്നത് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ്. ഔ ലിയശ്ഫഉ ലഹും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഖബറിലുള്ള മഹാൻ അല്ലാഹുവിങ്കൽ ശിപാർശ പറയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുന്ന നേർച്ചകൾ ശിർക്കുൻ ഫിൽ ഇബാദത്തി ബിലാ റൈബ്, സംശയലേശമന്യേ നമുക്ക് പറയാൻ പറ്റും, ആരാധനയിൽ അല്ലാഹുവിനോടൊപ്പം മറ്റുള്ളവരെ പങ്കു ചേർക്കലാകുന്നു. കമാ ഖാല തആല, ഈ രൂപം ആരാധനയിൽ അല്ലാഹു അല്ലാത്തവരെ കൂടി പങ്കു ചേർക്കുന്ന നേർച്ചകൾ അല്ലാഹു അല്ലാത്തവർക്ക് കൂടി നൽകിക്കൊണ്ടിരിക്കുന്ന രീതി ജാഹിലിയ്യത്തിൽ മുശ്രിക്കുകൾ ചെയ്തു പോന്നിരുന്ന കാര്യമാണ്. അവരിലുണ്ടായിരുന്ന ശിർക്കിന്റെ ഒരു രൂപമാണ് ഈ കാര്യം. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون. അവര് ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആരാധനയുടെ കാര്യത്തിൽ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിച്ച് കുറച്ച് ആരാധന പങ്കാളികൾക്കും ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഉദാഹരണമാണ്, അവർക്ക് അള്ളാഹു കൃഷിയോ അല്ലെങ്കിൽ വല്ലൻആം കാലി സമ്പത്തോ നിഅമത്തായിട്ട് നൽകുകയാണെങ്കിൽ, അവർക്ക് കുറച്ച് കാർഷിക വിള ഉണ്ടായി അല്ലെങ്കിൽ കുറച്ച് കാലി സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വിഹിതം, ഇത്ര 50 ആട് അല്ലെങ്കിൽ 50 ഒട്ടകം അല്ലെങ്കിൽ 60 പശു അവരെന്ത് ചെയ്യും? അത് അള്ളാഹുവിനാണ് എന്ന് നേർച്ച വെക്കും. അതുപോലെ തന്നെ ഒരു 80 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണം അത് അവരല്ലാഹ്ക്ക് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വിഗ്രഹങ്ങൾക്ക്, അത് ലാത്തിനാണ്, അത് ഉസ്സക്കാണ്, അത് മനാത്തിനാണ്, ഇങ്ങനെ അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കും. ഹാദാ ലില്ലാഹി ബിസഅമിഹിം, കുറച്ച് സ്വത്ത് അതിൽ നിന്ന് അള്ളാഹുവിനാണ് എന്നവർ പ്രഖ്യാപിക്കും. അതൊരു പ്രഖ്യാപനം മാത്രമാണ്, ജൽപ്പനമാണ്. അള്ളാഹുവിനാണ് എന്ന് പറയുന്നത് ശരിക്കും അള്ളാന്റെ മാർഗത്തിൽ അവർ ചിലവഴിച്ചു കൊള്ളണമെന്നില്ല, അത് പൂർത്തീകരിച്ചു കൊള്ളണമെന്നില്ല. വഹാദാലി ശുറക്കാഇന, എന്നാൽ മറ്റു കുറച്ച് വിഹിതങ്ങൾ അവരുടെ പങ്കാളികൾക്ക്, അള്ളാഹ്ക്ക് പുറമെ അവർ ആരാധിച്ചു പോരുന്ന, അവർ തവക്കുൽ ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ പങ്കാളികൾക്ക് നിശ്ചയിച്ചു കൊടുക്കും. ഫമാ കാന ലിശുറ പങ്കാളികൾക്ക് വേണ്ടിയിട്ട് അവർ നിശ്ചയിച്ചതിൽ നിന്ന് അല്പം പോലും അള്ളാഹുവിന് വേണ്ടി അവർ ചിലവഴിക്കില്ല. എന്നാൽ അള്ളാഹുവിന് വേണ്ടി അവർ നിശ്ചയിച്ചതിൽ നിന്ന് പലപ്പോഴും അതിൽ നിന്ന് അവർ പങ്കാളികൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് വരികയും ചെയ്യും. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാണ്. അപ്പൊ 2 കാര്യം, നമുക്കുണ്ടാകുന്ന സമ്പത്തിൽ നിന്ന്, അത് കാലി സമ്പത്താകട്ടെ, കാർഷിക സമ്പത്താകട്ടെ, മറ്റു ഇതര ഇനങ്ങളാകട്ടെ, അതിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിന് നേർച്ചയായി നേരുക എന്നത് ജാഹിലിയ്യത്തിൽ തന്നെ ഉള്ളതാണ്, കുഴപ്പമില്ല. പക്ഷെ ജാഹിലിയ്യത്തിൽ ഒരു കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു. എന്താണ് ആ കുഴപ്പം? അതിൽ നിന്ന് ഒരു വിഹിതം അവർ മറ്റുള്ളവർക്ക് കൂടി നേർച്ച നേരും. അവരുടെ ലാത്തക്ക് കൊടുത്തു എന്ന് വരും, ഉസ്സക്ക് കൊടുത്തു എന്ന് വരും, മനാത്തക്ക് കൊടുത്തു എന്ന് വരും, ഹുബലിന് കൊടുത്തു എന്ന് വരും, മനാഫിന് കൊടുത്തു എന്ന് വരും, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് കൊടുക്കും. ഇതുതന്നെയാണ് ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളും. അവർക്ക് അള്ളാഹ് എന്തെങ്കിലും ഒരു നിഅമത്ത് കൊടുത്താൽ ആ നിഅമത്തിൽ നിന്ന് ഒരു വിഹിതം അവരേതെങ്കിലും ഒരു മഹാന് വേണ്ടിയിട്ട് നേർച്ച നേരുകയാണ്. അത് നാഗൂറിലേക്ക് ഞാൻ നേർച്ച വെച്ചിരിക്കുന്നു, അത് ഞാൻ അജ്മീറിലേക്ക് നേർച്ച വെച്ചിരിക്കുന്നു, അത് ഞാൻ മമ്പുറത്തേക്ക് നേർച്ച വെച്ചിരിക്കുന്നു, അത് ഞാൻ പൊന്നാനിയിലേക്ക് മുനമ്പത്ത ബീവിക്ക് നേർച്ച വെച്ചിരിക്കുന്നു, ഇങ്ങനെ നേർച്ച വെക്കുകയാണ്. ഇത് ബിലാ ശക്ക് ശിർക്കും ഫിൽ ഇബാദ. മുസന്നിഫ് റഹിമഹുല്ലാഹ് ഫത്ഹുൽ മജീദിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, അത് ശിർക്കാണ്. ഇബാദത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് കൂടി ആരാധന നൽകുന്ന പച്ച ശിർക്കാകുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളൊരു നേർച്ച നേർന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അറിയാതെ ഒരു മനുഷ്യനിൽ നിന്ന്, ഞാൻ മുനമ്പത്തെ ബീവിക്ക്
500 രൂപ നേർച്ച നേർന്നിരിക്കുന്നു, അതവിടെ കൊണ്ടുപോയിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ ഇടാനാണ് തീരുമാനം. ഒരാളങ്ങനെ നേർച്ച നേർന്നു. അങ്ങനെ നേർച്ച നേർന്നാൽ അതിന്റെ വിധി എന്താണ്? അതിന്റെ വിധിയെ സംബന്ധിച്ചിടത്തോളം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അമ്മാ മാ നുദിറ ലിഗൈരില്ലാഹ് കന്നദിരി ലിൽ അസ്നാം വശംസ് വൽ ഖബർ വൽ ഖുബൂർ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന നേർച്ചകൾ, ഒരുപക്ഷെ സൂര്യന് നേർച്ച നൽകുന്നവരുണ്ട്, ചന്ദ്രന് നേർച്ച നൽകുന്നവരുണ്ട്, വിഗ്രഹങ്ങൾക്ക് നേർച്ച നൽകുന്നവരുണ്ട്, ഖബറുകൾക്ക് നേർച്ച നൽകുന്നവരുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒന്നിന് ഒരാൾ നേർച്ച നൽകിയാൽ ഫഹുവ ബിമൻസിലത്തി അൻ യഹ്ലിഫ ബിഗൈരില്ലാഹ് മിനൽ മഖ്ലൂഖാത്ത്. നേർച്ച നേരുന്നു, അത് പൂർത്തീകരിക്കുന്നിടത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. നേർച്ച പറഞ്ഞാൽ തന്നെ അത് ഏതിന്റെ സ്ഥാനത്താണ്? അല്ലാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യുന്നത് പോലെയാണ്. വൽഹാലിഫു ബിൽ മഖ്ലൂഖാത്ത് ലാ വഫാഅ അലൈഹി വലാ കഫാറ. അല്ലാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തരെ പിടിച്ച് ഒരാൾ സത്യം ചെയ്താൽ എന്താണ് അതിനുള്ള ആ സത്യത്തിന്, ആ ശപഥത്തിനുള്ള വിധി? ആ ശപഥം അയാൾ പാലിക്കേണ്ടതില്ല, അയാൾക്കത് പാലിക്കേണ്ട ബാധ്യതയില്ല. കാരണം അല്ലാഹു അല്ലാത്തവരെ കൊണ്ടാണ് ശപഥം ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒന്ന് അറിവില്ലാത്ത ഘട്ടത്തിൽ ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അതിന് കഫാറത്തുമില്ല. വകദാലിക നാസിറു ലിൽ മഖ്ലൂഖാത്ത്. ഈ ഇനത്തിലാണ് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന നേർച്ചകളുടെ കാര്യവും ഇത് ഇനത്തിലാണ്. അങ്ങനെ ഒരാൾ നേർച്ച നേർന്നാൽ ഫഇന്ന കിലാഹുമാ ശിർക്ക്, അത് രണ്ടും ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് ശിർക്കാകുന്നത് പോലെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച പറയുന്നതും ശിർക്കു തന്നെയാണ്. വശിർക്കു ലൈസ ലഹു ഹുർമ. അങ്ങനെ ശിർക്കായ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ആ വാക്ക് പൂർത്തീകരിക്കാൻ, ആ വാക്ക് പാലിക്കാൻ മുതിരേണ്ടതില്ല, ശിർക്കിന് യാതൊരു പവിത്രതയുമില്ലാത്തതിനാൽ. ബൽ അലൈഹി അൻ യസ്തഗ്ഫിറല്ലാഹ മിൻ ഹാദാ. മറിച്ച് അയാളിൽ നിന്ന് സംഭവിച്ചു പോയ ഈ ഗുരുതരമായ തെറ്റിന് അയാൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടട്ടെ. വയഖൂലു മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ ഒരു വാക്ക് അയാളിൽ നിന്ന്, ഒരു നേർച്ച പറച്ചിൽ സംഭവിച്ചാൽ അയാൾ അതിന് പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാക്ക് അത് ചെയ്തുകൊണ്ട് പരിഹാരം നടത്തട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹലഫ ബില്ലാത്ത് വൽ ഉസ്സ. ജാഹിലിയത്തിൽ ആരാധിക്കപ്പെടുന്നിരുന്ന രണ്ട് വിഗ്രഹങ്ങളാണ് ലാത്ത്, ഉസ്സ. നമ്മൾ വിശദീകരിച്ചതാണ്. ലാത്തയെ കൊണ്ട് ഒരാൾ ശപഥം ചെയ്തു, സത്യം ചെയ്തു, അല്ലെങ്കിൽ ഉസ്സയെ പിടിച്ചുകൊണ്ട് ഒരാൾ സത്യം ചെയ്തു, ശപഥം ചെയ്തു എങ്കിൽ ആ ശപഥത്തിന്, ആ സത്യത്തിന് ഒരു ഹുർമത്തുമില്ല. അതയാൾ ഗൗനിക്കേണ്ടതില്ല, അതയാൾ പാലിക്കേണ്ടതില്ല. മറിച്ച് ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറിച്ച് അയാൾ അതിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുകയാണ് വേണ്ടത്. അയാളുടെ വിശ്വാസം അയാൾ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ വചനം, തൗഹീദിന്റെ വിശ്വാസം വീണ്ടും പ്രഖ്യാപിക്കുകയും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോ പലപ്പോഴും ഈ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ഒഴിവാക്കി കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമാകാൻ പലപ്പോഴും സംഭവിക്കാവുന്നതാണ്. നമ്മളില്ലാത്ത നേരത്തേക്കും വീട്ടിൽ ഉമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും, അല്ലെങ്കിൽ പ്രായമുള്ളവര്, പ്രായമില്ലാത്തവര്, നമുക്കുണ്ടാകുന്ന ചില ദുരിതങ്ങളുടെ പേരിൽ ഒരു നേർച്ച കെട്ട് പറയും. അത് നാഗൂർക്കും അജ്മീർക്കും ഒക്കെ ആകും, എവിടെയാകും. അതിനുള്ള കേന്ദ്രങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. അങ്ങനെ ഒരു നേർച്ച നേർന്നാൽ എന്തായി, ഉടനെ തന്നെ ഇനി എന്തായി എന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ദീനിലൊരു പരിഹാരമുണ്ട്. അതിന്റെ പരിഹാരം, ഞാൻ ഒരു ആടിനെ നേർച്ച നേർന്നിരിക്കുന്നു, ആ നേർച്ച പൂർത്തീകരിക്കണോ? പൂർത്തീകരിക്കേണ്ടതില്ല. കാരണം ആ നേർച്ച ശിർക്കാണ്. ശിർക്കിന് ഹുർമത്തയില്ല, അതിന് പവിത്രതയില്ല. പക്ഷെ അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല, വായ കൊണ്ടങ്ങനെ പറഞ്ഞു പോയല്ലോ. ആ പറഞ്ഞു പോയതിനുള്ള പരിഹാരം ഫൽയഖുൽ കമാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ ബില്ലാത്തി വൽ ഉസ്സ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാളുടെ വിശ്വാസം, അയാളുടെ തൗഹീദിന്റെ വചനം അത് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ചു കൊള്ളട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇന്ന് നേർച്ച നേരുന്നതിൽ പലതരമുണ്ട്. നമ്മളെ വഴിക്കാണെങ്കിൽ കടലോരത്തേക്ക് അങ്ങോട്ട് പോകണം, ഇവിടെ കുറവാണ്. ഇവിടെ ഒന്നുകിലല്ലെങ്കിൽ മല കയറണം, കുന്നുകളല്ലെങ്കിലും നാടുകാടെയൊക്കെ കയറുകയാണെങ്കിൽ കാണും. അതൊക്കെയുള്ളതൊക്കെ കുറവാണ്. ഇങ്ങനെയുള്ളിടത്തേക്ക് പലതരം നേർച്ചകളും നേരുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ കുറെ ആളുകളുമുണ്ട്, പല ആളുകളുമുണ്ട്. എന്താണ് അവരുടെയൊക്കെ വിധി?
അവിടെ ആ മരണപ്പെട്ടു, അതിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മഹാനാകട്ടെ, അല്ലെങ്കിൽ മഹാനെ അടക്കം ചെയ്തിരിക്കുന്ന ഖബറാകട്ടെ, അല്ലെങ്കിൽ ആ ഖബർ സ്ഥിതി ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ടു എന്നവർ ജൽപ്പിക്കുന്ന ആ സ്ഥലമാകട്ടെ, അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്ന അതിന്റെ പരിചാരകരായ പൂജാരികളാകട്ടെ, അവർക്കൊന്നും ഒരു ഹുർമത്തില്ല, ഒരു ഹുർമത്തുമില്ല. അതിലൊന്നിനും നേർച്ച ചെയ്യാനും പാടില്ല. അതുകൊണ്ടാണ് വൽ മുജാവിറൂന ഹുനാക ഫീഹിം ശബഹുൻ മിനല്ലദീന ഖാല ഫീഹിമുൽ ഖലീലു അലൈഹിസ്സലാം. അങ്ങനെ നേർച്ചകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇത്തരം ജാറങ്ങളും മഷ്ഹദുകളും മസാറുകളും കെട്ടി ഉയർത്തി അവിടെ പൂജക്കിരിക്കുന്ന, അവിടെ ഭജനമിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർ ആർക്ക് സമാനമാണ്? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പറ്റം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ആളുകൾക്ക് സമാനമാണവർ. എന്താണ് ഇബ്രാഹിം നബി പറഞ്ഞത്? മാ ഹാദിഹി തമാസീൽ അല്ലത്തി അൻതും ലഹാ ആകിഫൂൻ. എന്താണ് ഈ വിഗ്രഹങ്ങൾ? ആ വിഗ്രഹങ്ങൾക്ക് ചുറ്റുമാണല്ലോ നിങ്ങൾ ഭജന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭജന ചെയ്ത് ഭജനമിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്? അവിടെ ഭജനയിരിക്കുന്ന ആളുകൾ, പൂജാരികൾ, അവർക്ക് സമാനമാണ് ഖബറുകളെ പരിചരിച്ചുകൊണ്ട് ഇത്തരം മസാറുകളിലും മശാഹിദുകളിലും അതിന്റെ പൂജാരികളായിട്ട് അതിന്റെ പരിചാരകരായി നിൽക്കുന്ന ആളുകൾ ഇബ്രാഹിം നബി അധിക്ഷേപിച്ചിട്ടുള്ള ആക്കിഫീങ്ങളുടെ സ്ഥാനത്താകുന്നു. ആ ആളുകൾ ഇത്തരം മസാറുകളിലും മഷ്ഹദുകളിലും പച്ചത്തട്ടമിട്ടും പച്ചത്തട്ടമിടാതെയും അതിന്റെ പൂജാരികളായി വർത്തിക്കുന്നവർ, അതിന്റെ പരിചാരകർ, അവര് മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അധിക്ഷേപിച്ചിട്ടുള്ള ജനവിഭാഗത്തിന്റെ ഇനത്തിലാണ് പെടുക. മൂസാ നബി പറഞ്ഞു, മൂസാ നബിയുടെ കാര്യം പറയുന്നിടത്ത് വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ ഫഅതൗ അലാ ഖൗമിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. അവരെയും കൂട്ടി ബനൂ ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ചെങ്കടലും കടത്തിയിട്ട് മറുകരയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവര് ആ മരുഭൂമിയിലൂടെ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫഅതൗ അലാ ഖൗം, അവരൊരു ജനതയുടെ അരികിലൂടെ കടന്നുപോയി. യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. ആ ജനങ്ങൾ, അവരുടെ പ്രത്യേകത എന്താണ്? ഒരു വിഗ്രഹത്തെ വെച്ച് വിഗ്രഹത്തിന് ഭജന ചെയ്യുന്നവരാണ്. അങ്ങനെ വിഗ്രഹത്തിന് ഭജന ചെയ്യുന്ന ഇബ്രാഹിം നബി അധിക്ഷേപിച്ച, മൂസാ നബിയുടെ ചരിത്രത്തിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആ ഭജന ചെയ്യുന്ന ആളുകൾക്ക് സമാനമാണ് ഖബറുകളെ ചുറ്റിപ്പറ്റി കഴിച്ചുകൂട്ടുന്ന അതിന്റെ പൂജാരികൾ. അതുകൊണ്ട് ആ പൂജാരികൾക്കോ ആ ഖബറിനോ ആ ഖബർ സ്ഥിതി ചെയ്യുന്നതായ ആ സ്ഥലത്തിനോ അല്ലെങ്കിൽ ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് വാദിക്കപ്പെടുന്ന ആ മഹാന് വേണ്ടിയോ നേർച്ചകൾ നേരാൻ പാടില്ല. നേർച്ചകൾ നേരുന്നത് ശിർക്കാണ്. ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് സംഭവിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് സമാനമാണ്. അയാൾ അതിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും നടത്തട്ടെ. അയാളുടെ വിശ്വാസം അതൊന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഒന്നുകൂടി പ്രഘോഷണം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നയാൾ പറഞ്ഞുകൊള്ളട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷം ഹദീസ് വന്നു. സഹീഹിലുണ്ട്. സഹീഹ് എന്ന് പറഞ്ഞാൽ കിതാബ് തൗഹീദിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് സഹീഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാം മുസ്ലിമിന്റെ സഹീഹാണ് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിലുണ്ട്, ചിലപ്പോൾ ബുഖാരിക്ക് വേണ്ടിയിട്ടും ബുഖാരിയുടെ സഹീഹ് എന്ന് പറയും. അങ്ങനെ ഒരു ഖൈദില്ലാതെ സഹീഹ് എന്ന് പറഞ്ഞാൽ ബുഖാരിയിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അതില്ല, അത് കള്ളത്തരമാണ് എന്ന് കരുതരുത്. സഹീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹീഹ് മുസ്ലിമാണ്. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال. ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നുള്ള റിവായത്തിൽ അവർ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഅഹു. ഒരാൾ നേർച്ച ചെയ്യുന്നത്, മന്നദർ ഒരാൾ നേർച്ച പറയുന്നു, അയ്യുതി അല്ലാഹ് അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിന്റെ ത്വഅത്തായി തീരുന്ന, അവന് അനുസരണമായി തീരുന്ന, പുണ്യകർമ്മമായി തീരുന്ന ഒരു കാര്യമാണ് ഒരാൾ നേർച്ച പറയുന്നതെങ്കിൽ ഫൽയുതിഅഹു, അള്ളാഹുവിനെ അയാൾ അനുസരിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. എന്നാൽ വമൻ നദറ അൻ യഅസിയ അല്ലാഹ ഫലാ യഅസി, എന്നാൽ ഒരാൾ നേർച്ച നേരുന്നത് അള്ളാഹുവിനുള്ള ധിക്കാരമായ ഒരു പ്രവർത്തനമാണെങ്കിൽ
ആ നേർച്ച അയാൾ പൂർത്തീകരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ അയാൾ ധിക്കരിക്കാൻ പാടില്ല. ആ നേർച്ച പൂർത്തീകരിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നേർച്ച നേരുമ്പോൾ സൂക്ഷിക്കുക. നേർച്ച പൂർത്തീകരിക്കുന്നത് അള്ളാഹ് പ്രശംസിച്ചിട്ടുള്ള കാര്യമാണ്. നേർച്ച പൂർത്തീകരിക്കൽ വുജൂബുമാണ്. ആ നേർച്ചകൾ അള്ളാഹ്ക്ക് ത്വാഅത്താകുന്ന ഒരു കാര്യമായിരിക്കണം എന്നുള്ളതാണ്. ഫർളാകുന്ന കാര്യം നേർച്ച വെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അത് നേർച്ചക്കടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഫർളിന് താഴെയുള്ള ഐച്ഛികമായ കാര്യങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ നേർച്ച വെക്കാം. ആ നേർച്ച വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. അത് വുജൂബാണ്. അങ്ങനെ പൂർത്തീകരിക്കുന്ന ആളുകളെ അള്ളാഹു പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മറിച്ച് മഅസിയത്താകുന്ന കാര്യമാണെങ്കിൽ അതിൽ നേർച്ച വെക്കാൻ പാടില്ല. സന്ദർഭവശാൽ ഒരാളിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് പൂർത്തീകരിക്കാവതുമല്ല. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. فليفعل ما نذره من طاعة الله وقد أجمع العلماء على أن من نذر طاعة بشرط يرجوه كإن شفى الله مريضي فعليه أن يتصدق بكذا ونحو ذلك وجب عليه إن حصل ما علقه نذره على حصوله وهو قول جمهور العلماء. തഅലീഖിന്റെ നേർച്ച നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് മുഹദ്ദിസുകളുടെ ഖൗൽ. അത് ഹറാമ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ എനിക്കൊരു കാര്യം ദുനിയാവിൽ കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരാളൊരു നേർച്ച പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം. അയാൾക്ക് ആ കാര്യം കിട്ടിയാൽ അയാൾ അത് പൂർത്തീകരിക്കണം എന്ന് പറയുന്ന ഉലമാക്കൾ, ജുംഹൂർ, ഫുഖഹാക്കളിൽപ്പെട്ട ജുംഹൂർ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഇവിടെ പറഞ്ഞു. അതിന് അബൂ ഹനീഫ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം തന്നെ പൂർത്തീകരിച്ചോളണമെന്നില്ല, ആ ജിൻസിൽപ്പെട്ടതായാലും മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ശരി, നേർച്ചകളെ സംബന്ധിച്ച് വന്ന മൊത്തം ഹദീസുകൾ പരിശോധിച്ചാൽ ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയതുപോലെ, മുസ്ലിമിന്റെ ശറഹ് എഴുതുന്നിടത്ത് മുഫ്ഹിമിൽ ഖുർത്തുബി രേഖപ്പെടുത്തിയതുപോലെ, ശരിയായ നേർച്ച എന്ന് പറഞ്ഞാൽ, ഒരു ഉബാറുമില്ലാത്ത നേർച്ച എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു നേട്ടത്തെ ബന്ധപ്പെടുത്താതെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ വജ്ഹിന് വേണ്ടി നടത്തുന്ന ഐച്ഛികമായ കാര്യങ്ങളിലുള്ള നേർച്ചയാണ് നേർച്ച. ഇനി ഒരാള് മുജാസാത്ത് പ്രതീക്ഷിച്ചു, അതിന് ദുനിയാവിന്റെ ഒരു നേട്ടം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു, അള്ളാഹ് അയാൾക്കൊരു കാര്യം പൂർത്തീകരിക്കണമെന്ന് പ്രതീക്ഷിച്ചു, അതത്ര നല്ലതല്ലെങ്കിലും അങ്ങനെ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കേണ്ടതാണ്. തഅലീഖിന്റെ നേർച്ചകളാണെങ്കിൽ അത് ഖിലാഫ്, വളരെയധികം ഖിലാഫ് വന്നൊരു മസലയാണ്. ജുംഹൂർ പറയുന്നത് അത് പൂർത്തീകരിക്കണം ആ കാര്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ മുഹദ്ദിസുകൾ പറയുന്നത് അത്തരം നേർച്ചകൾ വിലക്കപ്പെട്ടതാണ്. കാരണം ഇബാദത്തുകൾക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ, നമ്മൾ ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ അതിന്മേൽ തഅലീഖ് ചെയ്തുകൊണ്ട് പറയുന്നത് ശരിയല്ല എന്ന് മുഹദ്ദിസുകളായ ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിലുള്ള മസലകൾ പറഞ്ഞു. വുജൂബുൽ വഫാഇ ബിൻ നദർ. അൽ മസ്അലത്തുൽ ഊലാ വുജൂബുൽ വഫാഇ ബിൻ നദർ. നേർച്ചകൾ പൂർത്തീകരിക്കണം. അതൊരാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കഫാറത്തു യമീൻ എന്നതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന് നൽകിയിട്ടുള്ള വിധി. യമീനിനുള്ള ശപഥം ചെയ്ത് ലംഘിച്ചാലുള്ള അതേ കഫാറത്ത്, പ്രായശ്ചിത്തം തന്നെയാണ് ചെയ്യേണ്ടത് എന്നത് കഴിഞ്ഞ ദർശനത്തിൽ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്. പക്ഷെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും പൂർത്തീകരിക്കണം. ഇദാ സബത് കൗനുഹു ഇബാദത്തൻ ലില്ലാഹ്. നേർച്ച എന്ന് പറയുന്നത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഖുർബ, ഒരു ത്വാഅ, ഒരു പുണ്യകർമ്മമാകയാൽ അത് ഇബാദത്താണല്ലോ. ഫസർഫുഹു ഇലാ ഗൈരിഹി ശിർക്കുൻ. അതെന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് ശിർക്കാകുന്നത്? കാരണം നേർച്ച നേരുന്ന കാര്യം അത് ഖുർബത്താണ്, ത്വാഅത്താണ്. ത്വാഅത്ത് അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്ക് സമർപ്പിച്ചാൽ ആരാധന അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് നൽകലാണ്. അത് ആരാധനയിൽ അള്ളാഹുവിനോട് കൂടി മറ്റുള്ളവരെ പങ്കുചേർക്കുന്ന ശിർക്കുൻ ഫിൽ ഇബാദത്തി ബിലാ റൈബ്. സംശയലേശമന്യേ പറയാൻ പറ്റും, ആരാധനകളിൽ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ പങ്കുചേർക്കുന്ന പച്ച ശിർക്ക്, കൊടിയ ശിർക്കാണ്. അസ്സാലിസത്തു അന്ന നദറൽ മഅസിയ ലാ യജൂസുൽ വഫാഉ ബിഹി. മൂന്നാമത്തെ മസ്അല, ഇനി ഒരാൾ നേർച്ച നേർന്നത് മഅസിയത്താണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പാടില്ല. അത് മഅസിയത്തിനപ്പുറം ശിർക്കാണെങ്കിൽ ഒരിക്കലും പാടില്ല. മഅസിയത്താണെങ്കിലും ഒരിക്കലും പാടില്ല. ശിർക്കാണെങ്കിൽ ഗൗരവം കൂടുന്നു.
എന്നാൽ മുബാഹായ കാര്യങ്ങളിൽ നേർച്ച നേരാൻ പറ്റുമോ പറ്റില്ലേ? ഇതിനെ സംബന്ധിച്ച് ഇഖ്തലഫ അഖ്വാലുൽ ഉലമാ ഫിൽ മുബാഹാത്ത്. മുബാഹായ കാര്യങ്ങളിൽ നേർച്ച പറ്റുമോ പറ്റൂലേ? മുബാഹായ കാര്യങ്ങളിൽ നേർച്ച പറ്റും എന്ന് പറയുന്നവരുണ്ട്. അതാവശ്യമില്ല, ഖുർബത്ത് തന്നെയാകണം. ഇതാണ് ശാഫിഈ മദ്ഹബിലുള്ള ജുംഹൂർ ഫുഖഹാക്കളുടെയും ഖൗല്. ഖുർബത്തായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതൊരു ഖിലാഫുള്ള മസലയാണ്. ഇനി അടുത്തത് 12ാമത്തെ തൊട്ടടുത്ത അധ്യായം. ഓരോ മസലകളും ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ആവശ്യം വരുന്ന, നമുക്കല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ചെന്നുപെട്ടു പോകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഞാനത് അറിഞ്ഞില്ല, ഞാനത് പഠിച്ചില്ല എന്ന് അള്ളാന്റെ അടുക്കൽ പോയിട്ട് ഉഴ്ദിർ പറയാം എന്നാരും വ്യാമോഹിക്കണ്ട. ഈമാനിന്റെ കാര്യത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് ഒരു മനുഷ്യൻ നിർബന്ധമായും നേടിയിരിക്കേണ്ട വിവരമാണത്. അതിനെക്കുറിച്ചുള്ള അജ്ഞത അവൻ അനുവദിക്കപ്പെടുന്നതല്ല. അതിലേക്ക് തെളിവായിട്ട് പലപ്പോഴും ഉലമാക്കളും ഫുഖഹാക്കളും ഇമാമിയങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി വര്യനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അയാളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു മന്ത്രി ചൂതിയിട്ടുള്ള ഒരു നൂല് കണ്ടപ്പോൾ അത് റസൂലുള്ള പൊട്ടിച്ചെറിഞ്ഞിട്ട് പറഞ്ഞത്, നീ ഇതുമായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ല. എന്ന് വച്ചാൽ ഇത് അഖീദയുടെ ബാബാണ്. ഇത് നമ്മുടെ വിശ്വാസങ്ങൾ ചർച്ച ചെയ്യുന്ന വിശ്വാസത്തിന്റെ അധ്യായമാണ്. വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നിർബന്ധമായി ഒരു മനുഷ്യൻ പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. അതിൽ ജഹ്ല് അറിയില്ലായിരുന്നു എന്നതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ ഉദ്ർ കിട്ടുന്നത് വിശ്വാസത്തിലും താഴെയുള്ള മറ്റു കാര്യങ്ങളാണ്. മറിച്ച് ഈമാനിനെ ബാധിക്കുന്ന, തൗഹീദിനെ ബാധിക്കുന്ന, ശിർക്കായി തീരുന്ന കാര്യം റബ്ബേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള എല്ലാ സൗകര്യവും അള്ളാഹ് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അതിവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ഞാനെന്താ ചെയ്യുക? നമുക്ക് വേണ്ട ഏതൊരു കോഴ്സും നമ്മൾ തേടിപ്പിടിക്കണില്ലേ? ഇപ്പൊ SSLC കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ കുട്ടി ഏത് കോഴ്സിന് ചേരണം? ഒരു സാധാരണ 4ാം ക്ലാസ് പോലുമില്ലാത്ത ഒരു സർവ്വസാധാരണക്കാരനായ ഒരു നാടൻ കാക്ക പോലും തന്റെ കുട്ടിയെ എവിടെ കൊണ്ടുപോയി ചേർക്കണം, ഏത് കോഴ്സിന് ചേർക്കണം, അതിന് കരിയർ ഗൈഡൻസ് തൊട്ടിട്ട് എല്ലാ സംവിധാനങ്ങളും അയാൾക്കറിയാം. അയാൾ തേടിപ്പിടിക്കുന്നുണ്ട്. അയാള് വിദ്യാഭ്യാസമല്ല എന്നുള്ളത് അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാൾ അതിന് ഇന്നടുത്ത് കരിയർ ഗൈഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോകും. അത് സിജിയിൽ പറഞ്ഞേക്കും, അല്ലെങ്കിൽ മാതൃഭൂമി അടക്കണി പറഞ്ഞേക്കും, അല്ലെങ്കിൽ മനോരമ നടത്തണി പറഞ്ഞേക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ പരിശോധിക്കും. ഒക്കെ പരിശോധിച്ച് തെരഞ്ഞ് കണ്ടുപിടിച്ച് ഏറ്റവും നല്ല കോഴ്സ്, ഏറ്റവും നല്ല സ്ഥാപനം, ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടുന്ന സ്ഥലം അത് നോക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. അത് യാതൊരു സംശയമല്ല. അതിന്റെ 1000-1 അധ്വാനം ആവശ്യമില്ലാത്ത കാര്യമാണിത്. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. പക്ഷെ മനുഷ്യൻ അതിൽ എന്തില്ല? താല്പര്യമില്ല. കാരണം അന്നഫ്സു മൂരിഅതുൻ ബിഹുബ്ബിൽ ആജിലി. കവി അങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചാബല്യത്തെക്കുറിച്ച് വർണ്ണിച്ചത്. അന്നഫ്സ്, മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ മൂരിഅതുൻ, അത് എപ്പോഴും വളരെ പ്രണയബദ്ധമാണ്. എപ്പോഴും അത് മുറുകി നിൽക്കുന്നത് ഏതിലാണ്? ബിഹുബ്ബിൽ ആജിലി, ദുനിയാവിനോടുള്ള സ്നേഹം, ദുനിയാവിനെ പ്രണയിക്കുക. അതാണ് മനസ്സിന്റെ പ്രത്യേകത. ഭയങ്കര കെട്ടിപ്പിടുത്താണ് ദുനിയാവുമായിട്ട്. അത് ഒരു 5000 രൂപ ഏറെ ലാഭം കിട്ടുന്ന ഭാഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിൽ, അത് റീഫണ്ട് ചെയ്യുമെങ്കിൽ അതിന്റെ എല്ലാ വകുപ്പ്, അതിന്റെ എല്ലാ നിയമം, അതിന്റെ ജിയോ, അതൊക്കെ നമ്മൾ നാടന്മാർക്ക് വരെ അറിയാലോ. പക്ഷെ ദുന്യാവിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അത് നമുക്ക് നേരം കിട്ടിയില്ല, നമ്മളറിയില്ല. അത്തരക്കാരായ ആളുകളോട് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് പറയുന്ന ചോദ്യം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് അവർ വരുന്ന സമയത്ത് അവർ പറയും, റബ്ബേ ഒന്നുകൂടി മടക്ക്. ആദ്യത്തെ ഒരു പരീക്ഷണം, അത് ഞങ്ങൾ പരാജയപ്പെട്ടു. ഇനി രണ്ടാമതൊന്ന് ദുനിയാവിലേക്ക് മടക്കി തന്നാൽ നല്ല രൂപത്തിൽ നല്ല മുവഹ്ഹിദീങ്ങളായിട്ട് മുഖ്ലിസീങ്ങളായിട്ട് മസലകളൊക്കെ പഠിച്ച് ശിർക്കിന്റെ എല്ലാ വഴികളും അടച്ച് തൗഹീദ് തഹ്ഖീഖ് ചെയ്തിട്ട് ഞങ്ങൾ പോരാ എന്ന് പറയുമ്പോൾ അല്ലാഹ് എന്നാ ശരി നടക്കൊന്നും കൂടി ദുനിയാവിക്ക് നടത്തൂല. അല്ലാഹ് തിരിച്ചു ചോദിക്കും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ.
നിങ്ങൾ ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ, അള്ള ഉണർത്തിയിട്ടുള്ള അവന്റെ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലവരായ ആളുകളാണെങ്കിൽ, അത് ഉൾക്കൊള്ളാൻ ആവശ്യമായ ഒരു മനുഷ്യായുസ്, ഒരു പുരുഷായുസ് ഭൂലോകത്ത് നിങ്ങൾക്ക് മനോഹരമായി ഞാൻ നൽകിയിട്ടില്ലേ? വജാകുമുന്നദീർ, ഒരായുസ് മാത്രമല്ല, ആ ആയുസ്സിൽ അത് സൂക്ഷിച്ചോ മനുഷ്യ എന്ന് നിന്നെ താക്കീത് നൽകാൻ താക്കീതുകാരൻ അയച്ചിട്ടില്ലേ? ഫദൂഖു, അതിനാൽ ഇനി തിരിച്ചു പോക്കില്ല, ഇനി അനുഭവിച്ചു കൊള്ളുക, ഇനി നിങ്ങൾ അനുഭവിക്കുക. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമകാരികൾക്ക് സഹായികളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അഖീദയുടെ ബാബ് എന്ന് പറഞ്ഞാൽ മിൻ അഷ്റഫ് അബ്വാബിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ബാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഒരു മനുഷ്യൻ ലാ യുഅ്ദർ ജഹ്ലു, ഒരാൾക്കും എനിക്കതറിയില്ലായിരുന്നു എന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല, അതാണ് പഠിച്ചിരിക്കണം. ബാബുൻ മിനശ്ശിർക്കി അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്. അടുത്തത് ഇസ്തിആദത്തിന്റെ ബാബാണ്. ഓരോന്നും നൂല് കെട്ടുന്നത്, ഐക്കല്ല് കെട്ടുന്നത്, ഏലസ് കെട്ടുന്നത്, ശിർക്കിന്റെ വചനങ്ങളുള്ള ക്ലിയർ അല്ലാത്ത ശറാംഗീകരിക്കാത്ത മന്ത്രങ്ങൾ നടത്തുന്നത്, അതുപോലെ ഒരു കല്ല് അതിൽ നിന്ന് ബർക്കത്ത് ചോദിക്കുന്നത്, ഒരു ഖബർ അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വൃക്ഷം ഇങ്ങനെയുള്ളതിനോട് ബർക്കത്ത് ചോദിക്കുന്നത്, അതുപോലെ തന്നെ അള്ളല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്നത്, അള്ളല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നത്, അള്ളല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നേർച്ച നേരുന്നത്, ഇങ്ങനെ 100 ഓരോ 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 വസ്തുതകളായിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള ദലീൽ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ കിതാബ് ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് ഇന്ന ആയത്ത് കൊണ്ട്, ഇന്ന ഹദീസുകൾ കൊണ്ട് ഉലമാക്കൾ, അതുപോലെ തന്നെ സഹാബത്തിന് ശേഷമുള്ള ഉലമാക്കളും ഇമാമിങ്ങളും അവർ നമുക്ക് വിശദീകരിച്ചു തന്നത് പ്രകാരം ഈ കാര്യം പാടില്ലാത്തതാണ്, ഈ കാര്യം പാടില്ലാത്തതാണ്, അത് ശിർക്കിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്, ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്, അത് കൊട്ടിയടച്ച് തൗഹീദിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്, തൗഹീദിനെ നമ്മൾ തഹ്ഖീഖ് ചെയ്യേണ്ടതാണ്. ഇത് ഓരോ മസ്അലകളും നമ്മുടെ മനസ്സിൽ കൃത്യമാകണം. ഞാൻ എന്തിനാ ഈ മസ്അലകൾ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും എണ്ണുന്നത്? ഈ മസ്അലകൾ ഓരോന്നും മനസ്സിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോ നമ്മൾ ഒരു മസല തീർത്തു. അഥവാ അന്നസർ, അത് അരിയാകട്ടെ, പൈസയാകട്ടെ, മൃഗമാകട്ടെ, മറ്റെന്തെങ്കിലുമാകട്ടെ, എണ്ണയാകട്ടെ, മെഴുകുതിരിയാകട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള പല വസ്തുക്കളുണ്ട്. നേർച്ച നേരുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് ആ നേർച്ചകളൊക്കെ. നേർച്ചകൾ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അത് അള്ള സ്വീകരിക്കുന്ന ഒരു ഖുർബത്തായിരിക്കണം, പുണ്യകർമ്മമായിരിക്കണം, അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കുമ്പോൾ തന്നെ തഅലീഖ് അതിൽ വിലക്കപ്പെട്ടതും മുജാസാത്ത് അത് കറാഹത്താക്കപ്പെട്ടതുമാകുന്നു. ദുനിയാവിൽ അതുകൊണ്ടൊരു നേട്ടം കിട്ടണമെന്നൊരാൾ പ്രതീക്ഷിക്കുന്നത് നല്ലതല്ല. എന്നാൽ കിട്ടിയെങ്കിലേ കൊടുക്കുള്ളൂ എന്ന് തഅലീഖ് ചെയ്യുന്നത് അത് വിലക്കപ്പെട്ടത് തന്നെയുമാകുന്നു എന്നതാണ് മുഹദ്ദിസുകളുടെ ഖൗല്. അതില്ലാതെ അള്ളാന്റെ വജ്ഹിന് വേണ്ടി അള്ള നിർബന്ധമാക്കാത്ത, അള്ള ഐച്ഛികമായി പറഞ്ഞിട്ടുള്ള ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമായി കടമയായി പ്രഖ്യാപിച്ചാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധവും അത് പൂർത്തീകരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ നേർച്ചകൾ അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. സന്ദർഭവശാൽ ഒരാളുടെ നാവിൽ നിന്ന് അത് വന്നു പോയാൽ അത് അള്ളാന്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നതിന് സമാനമാണ്. അതിനുള്ള കഫാറത്ത് എന്താന്ന് ചോദിച്ചാൽ വേറെ കഫാറത്തൊന്നുമില്ല. ആ നേർച്ച പൂർത്തീകരിക്കരുത്. അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ളതിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയിട്ട് അയാളുടെ ഈമാൻ വീണ്ടും ഉറപ്പിക്കുകയും അതിന്റെ പ്രഘോഷണം അയാൾ ആവർത്തിക്കുകയും ചെയ്യുക. ഫല്യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അടുത്തത് ഇസ്തിആദത്ത. ബാബുൻ, ഹാദാ ബാബ്. ബാബ് എന്നുള്ളത് ഖബറാണ്. അതിന്റെ മുബ്തദ എന്ന് പറഞ്ഞാൽ മഹ്ദൂഫ്, തഖ്ദീറുഹു ഹാദാ, ഹാദാ ബാബ്. എന്താണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്? അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹി മിനശ്ശിർക്ക് എന്നാണ് വാചകത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഓർഡർ, ശരിയായ ഓർഡർ. മിനശ്ശിർക്ക് എന്നുള്ളത് ജാർ മജ്റൂർ ആയതുകൊണ്ടും അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതിന് വേണ്ടിയും അതിനെ തഖ്ദീം ചെയ്തതാണ്, അതിനെ മുന്നിലേക്ക് വെച്ചതാണ്, ഖബറിനെ മുന്തിച്ചതാണ്. ശിർക്കിൽപ്പെട്ടതു തന്നെ, സംശയം വേണ്ട. എന്ത്? അൽ ഇസ്തിആദത്തു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് രക്ഷ ചോദിക്കൽ, കാവൽ ചോദിക്കൽ. ഇസ്തആദ, ആദ യഊദ്, ദാൽ മുഅ്ജമ മുവഹ്ഹദ, ഒരു ഉള്ളിലുള്ള ദാല്. രക്ഷ ചോദിക്കുന്നതിനാണ്, കാവൽ ചോദിക്കുന്നതിനാണ് ആദ യഊദു, ഇസ്തആദ യസ്തഈദു എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് കാവൽ ചോദിക്കുക. നമ്മുടെ നാട്ടില് ശരണം എന്ന് പറയും.
അത് ഹൈന്ദവമായ ഒരു പദപ്രയോഗമായിട്ടാണ് മനസ്സിലാകുന്നത്. അവരാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മളും അത് പ്രയോഗിക്കും. അത് പ്രയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. ആ വാക്ക് ഏതാണ്ട് കാവൽ ചോദിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ അവര് ഒരു ശൈലി എന്ന അർത്ഥത്തിൽ അവരുടെ ഏതെങ്കിലും വിഗ്രഹങ്ങളോട് അല്ലെങ്കിൽ ബിംബങ്ങളോട് അല്ലെങ്കിൽ ദേവന്മാരോട് അല്ലെങ്കിൽ ദേവിമാരോട് അല്ലെങ്കിൽ അവർ മഹത്വം കൽപ്പിക്കുന്ന മഹത്തുക്കളോട് അവർ ശരണം ചോദിക്കും. അത് നമ്മളെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അതൊരു ശൈലിയായിട്ട് നമ്മളെ ചെറുപ്പക്കാരും അനുകരിക്കാൻ മനുഷ്യന് വല്ലാത്ത ഒരു താല്പര്യമാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അനുകരണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ്. ഒരുത്തനോ അവന്റെ കയ്യിൽ ഒരു ചോപ്പോ കറുപ്പോ ഒരു ചരട് കെട്ടിയ അതേ ചരട് കാണാം മാപ്പിള ചെക്കന്മാരെ കയ്യിൽ. എന്താണത്? ഒന്നല്ല ശ്രമ കമ്പനിയൊക്കെ അങ്ങനെ പേനൊന്ന് കെട്ടി അത്രയേ ഉള്ളൂ. ഇതാണ് അതിനുള്ള മറുപടി. അവർക്ക് അവരുടേതായ വിശ്വാസത്തിന്റെയും അവരുടേതായ സംസ്കാരത്തിന്റെയും ആവശ്യവും താല്പര്യമുണ്ട്. അത് അതേമാതിരി നമ്മൾ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അത്തശബ്ബു. അവരോട് ഒരു മമത തോന്നുക, അതിനോട് ഒരു തരത്തിലുള്ള താദാത്മ്യം പ്രാപിക്കൽ, അത് പാടില്ലാത്തത്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ശരണം. ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴും അയാൾ തന്നെ ശരണം, അല്ലെങ്കിൽ ഇതന്നെ ശരണം, നീ തന്നെ ശരണം. അറിയാതെ പറയും. ഒരു ഓഫീസറെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശരണമുള്ളൂ എനിക്കിതിൽ. ആ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഒന്നുമില്ല, അയാളൊന്ന് സുഖിപ്പിക്കുക. വളരെ ചെറിയൊരു സുഖിപ്പിക്കലാണ്, കാര്യം നേടലാണെങ്കിലും അത് ലഫ്ളിയായ ശിർക്കാണ്, സുവരിയായ ശിർക്കാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ശരണം അല്ലാഹുവിനാണ്. കാവൽ കൊടുക്കുന്നത് അള്ളയാണ്, സംരക്ഷണം നിയമേക്കുന്നത് അള്ളയാണ്. അതുകൊണ്ട് തന്നെ അത് അവനോടെ ചോദിക്കാവൂ. അവനല്ലാത്തവനോട് നമ്മൾ ശരണം ചോദിക്കാൻ, കാവൽ ചോദിക്കാൻ, രക്ഷ തേടാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊന്നാല് ഇന്നൊന്ന് രക്ഷിക്ക്, എനിക്കൊന്ന് കാവല് തരണം എന്ന് പറഞ്ഞാൽ എന്റെ പെരിയിലൊന്ന് കാവലിക്കണം എന്നൊരാളോട് പറഞ്ഞാലോ, ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി കമ്പനിക്കാരുടെ അടുക്കൽ പോയിട്ട് എന്റെ കടക്ക് കാവൽ നിർത്തണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാകും? അത് തെറ്റാവില്ല. എന്തുകൊണ്ട്? അത് കാവൽ അള്ളാഹുവിനോടാണ് അയാൾ ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ അവരോട് ചോദിക്കുമ്പോൾ തന്നെ അത് ഇവിടെ പൂർത്തീകരിക്കുന്നതിന് ചില സബബുകൾ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. സബബുകൾ, എന്റെ വാദമല്ലത്, സബബുകൾ. അത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വിരലെടുക്കുണ്ടാകും. വിരലെടുക്കട്ടെ, എടുക്കുന്നവരെടുക്കട്ടെ. അവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, മൂത്തുബി തൈലിക്കും. ഇത് ഖുർആനിലും ഹദീസിലും തൗഹീദിന്റെ മസായിലുകൾ എവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ സബബ് വരും, അവിടെയൊക്കെ സബബ് വരും. അതുകൊണ്ട് തന്നെ എന്റെ കട സ്വർണ്ണക്കട നടത്തുകയാണ് മഞ്ചേരി അങ്ങാടിയിൽ. ഞാൻ വൈകുന്നേരത്ത് 10 മണിക്ക് പൂട്ടിപ്പോയാൽ അതിന് കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സ്വർണ്ണാണ് കിടക്കുന്നത്. അതിന് കാവൽ ആരോടാ ചോദിക്കുന്നത്? ഈ ഇവിടുന്ന് ആസാമെന്നോ അല്ലെങ്കിൽ ഒറീസയെന്നോ വന്നിട്ടുള്ള അയാൾ കാവൽ തരുമോ? അയാൾ കാവൽ തരുമോ? കാവൽ ആളോടാണോ ചോദിക്കുന്നത്? കാവൽ നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്. റബ്ബേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ കസ്ബാണ്. ഹലാലായ നിലക്ക് കസ്ബ് നേടാൻ നീ അനുവദിച്ചു തന്നിട്ടുള്ളതും നിന്റെ അടുക്കൽ നിന്റെ ശറയിൽ അംഗീകരിച്ചതുമായ കാര്യമാണ്. അതിൽ ഞാനിത് പൂട്ടിപ്പോയാൽ അത് നാളെ ഞാൻ വരുന്നത് വരെ വേറെ ആരും കവർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, എന്റെ സ്വത്ത് നീ കാക്കണേ എന്നുള്ള കാവൽ അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. അങ്ങനെ വെറും ഒരു ചോദ്യം മാത്രമാണോ? ആ ചോദ്യം അള്ളാഹിനോട് ചോദിക്കുന്നതോടൊപ്പം അത് പൂർത്തീകരിക്കുന്നതിന് അള്ള നമുക്ക് നിശ്ചയിച്ചു തന്ന സബബുകൾ, കാരണങ്ങൾ, നിമിത്തങ്ങൾ എന്തുണ്ടോ, അള്ള അനുവദിച്ചു തന്ന കാരണങ്ങൾ, നിമിത്തങ്ങൾ അത് നമ്മൾ കൈയാളുകയും വേണം. അള്ള നിശ്ചയിച്ചു തന്നിട്ടുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെ രാത്രി ഉറക്കൊഴിച്ചിട്ട് അവിടെ നോക്കി നിൽക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ കവർച്ചക്കാർ വരികയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും മുതലാളിയെ അലർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അവിടെ നമുക്ക് വെക്കുക എന്നുള്ളത് അള്ള നിശ്ചയിച്ച സബബാണ്. പക്ഷെ നമ്മുടെ മനസ്സ് ഈ സബബിലാണോ? അല്ല, നമ്മുടെ മനസ്സ് അള്ളാഹുവിനെ. സബബിനെ സബബായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സബബിനെ ഒരിക്കലും എന്തായിട്ട് കാണാൻ പാടില്ല? അള്ളായിട്ട് സംരക്ഷണം നൽകുന്നവനായിട്ട് കാണാൻ പാടില്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ ഒരു സബബ് എന്ത് സബബും ആക്കാൻ പറ്റും? ഞാൻ ഇവിടുന്ന് പോയാൽ ഒരു ഹാജറായ ജിന്ന് എന്റെ കടക്ക് കാവൽ നിൽക്കട്ടെ. എന്താ അവിടെ ജിന്നില്ലേ? ഇഷ്ടം പോലെ ഉണ്ട് ജിന്ന്. എന്താ ജിന്നിന് കഴിയില്ലേ? അഥവാ ഒരു കവർച്ചക്കാർ വരികയാണെങ്കിൽ ആ കവർച്ചക്കാരെ തള്ളി മാറ്റാൻ ജിന്നിന് കഴിയില്ലേ? ബിൽഖീസ് രാജ്ഞിന്റെ കൊട്ടാരം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞത് ഒരു ജിന്ന, പിന്നല്ലേ ഇവരെ തടസ്സം ചെയ്യാൻ. അപ്പൊ ആ ജിന്നിനോട് പറഞ്ഞാൽ എന്താ? ആ ജിന്ന് മുസ്ലിമായ ജിന്നാണെന്നും കൂടി നമ്മൾ ഊഹിച്ചാൽ എന്താ? മുസ്ലിമായ ജിന്നിനോട്, ഹാദിറായ ജിന്നിനോട്, ഹാദിറായ ജിന്നിനോട് ഹാദിറായ കാര്യത്തിൽ ചോദിക്കാം? ഇല്ല, പറ്റൂല. കാരണം ഈ ജിന്ന് അള്ള സബബാക്കിയിട്ടില്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഇതുവരെയുള്ള ആരും അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യത്തിന് ഒരു സബബായിട്ട് ഇവരോട് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വെളിക്കിരിക്കാൻ വേണ്ടി പോകും, തന്റെ പേഴ്സണൽ കംഫർട്ടിന് വേണ്ടിയിട്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകും. അതിപ്പോ സഹാബിമാരിൽ പെട്ടിട്ടുള്ള ചിലപ്പോൾ ഉമർ ഖത്താബിനോട് പറയും, ചിലപ്പോ ബിലാലിനോട് പറയും, ചിലപ്പോ അനസിനോട് പറയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ കുറച്ച് വെള്ളം കൊണ്ടുവന്നുണ്ടാ. എന്നാൽ ഒന്നും വേണ്ട, എന്തിനാ അവരത് അറിയിക്കണത്? എന്തിനാ അവരവിടെ പറയുന്നത്? നബിക്ക് അല്ലാഹു ഒരു ജിന്നിനെ കൊടുത്തിട്ടുണ്ട്, ആ ജിന്ന് മുസ്ലിമുമാണ്, അത് എപ്പോഴും ഹാദിറുമാണ്, ഖാദിറുമാണ്, അതുകൊണ്ട് ഞാൻ കക്കൂസ് പോകാണ്, കുറച്ച് വെള്ളം അവിടെ കൊണ്ടേക്ക്. ഒരു പ്രശ്നമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സബബ് എന്ന് പറയുന്നത് ഈ വിഷയം വളരെ മൗലികമായ ഒരു കാര്യമാണ്. മനുഷ്യൻ കാര്യങ്ങൾ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. ആ കാര്യങ്ങൾ തേടുന്ന കാര്യം പൂർത്തീകരിക്കാൻ അള്ളാഹ് ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ശറഇൽ ചില സബബുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബബുകൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ വേണം അത് ചെയ്യാൻ. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ എനിക്ക് ഒരു കുട്ടിയെ കിട്ടണം, നല്ല സ്വാലിഹായ ഒരു സന്താനത്തെ കിട്ടണം. ഞാൻ സ്വാലിഹായ സന്താനത്തെ കിട്ടണമെങ്കിൽ സ്വാലിഹായ സന്താനത്തെ കിട്ടാനുള്ള വഴിയൊക്കെ നോക്കണം. അതിനുള്ള സബബ് പെട്ടതാണ് ഒന്ന് കല്യാണം കഴിക്കണം. വിവാഹം ചെയ്യാതെ കുട്ടിനെ തരണം തന്നെ കുട്ടിനെ നൂലിൽ കെട്ടി ഇറക്കി തരൂല അല്ല. അത് അള്ളാന്റെ ഇവിടുത്തെ അവന്റെ പടപ്പുകളിൽ അവൻ നടപ്പിലാക്കുന്ന അവന്റെ ചര്യയിൽപ്പെട്ടതല്ല കുട്ടിനെ നൂലിൽ കെട്ടിയിട്ടുള്ള ചോദിച്ചോരോട് ഇട്ടുകൊടുക്കുക എന്നുള്ളത്. ഇല്ല, കല്യാണം കഴിക്കണം. മാത്രമല്ല സ്വാലിഹായ കുട്ടിയാണെങ്കിൽ സ്വാലിഹായ പെണ്ണിനെ തെരഞ്ഞെടുത്ത് കെട്ടുമാണ്. കെട്ടുന്ന നേരത്ത് ഏറ്റവും വലിയ ചൊറുക്കുള്ള, ഏറ്റവും വലിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഏറ്റവും വലിയ ഫാഷൻഡ് ആയിട്ടുള്ള പെണ്ണിനെയുമാണ്, പിന്നെ സ്വാലിഹായ കുട്ടിയുമാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സബബൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട്, എന്നാൽ ഈ സബബൊക്കെ പൂർത്തീകരിച്ചാലും വാപ്പ അന്തസ്സുള്ള വാപ്പ, നല്ല ദീനുള്ള വാപ്പ, ഭാര്യ അതുപോലെ തന്നെ നല്ല മുത്തദയ്യിനത്തായ നല്ല സ്ത്രീ. പക്ഷെ എന്നാലും അതിൽ നിന്ന് വിലങ്ങ് വരാം. മക്കളുണ്ടായി വെക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ ഹറാമിയോനായിരിക്കും. അങ്ങനത്തെ കുട്ടികളുണ്ടാവും. പക്ഷെ അതിനെന്താണ്? അതിനൊക്കെ രക്ഷ അള്ളാഹിനോട് ചോദിക്കുക. സബബ് അറിയപ്പെട്ട അള്ളാഹ് അംഗീകരിച്ചിട്ടുള്ള സബബുകൾ. എന്നാൽ ഈ സബബ് എടുക്കുമ്പോഴോ അള്ളാഹ് അംഗീകരിച്ചിട്ടില്ലാത്ത സബബാക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കായി തീരും. അത് ശിർക്കുൻ അസ്ഗർ. അതിൽ ഇഅ്തിമാദ് ചെയ്താൽ അത് ശിർക്കുൻ അക്ബർ. ഇഅ്തിമാദില്ലാതെ അതിനെ സ്വീകരിച്ചാൽ അത് ശിർക്കുൻ അസ്ഗർ. ഹാദല്ലദീ ഖററഹുൽ ഉലമാ വൽ അഇമ്മ ഇസ്തിനാദൻ ഇലാ കസീരിൻ മിനൽ ആയാതി വൽ അഹാദീസ്. എത്ര ആയത്തുകൾ ഹദീസുകൾ അതിനുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ മസലകളിലൊക്കെ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ കാവൽ ചോദിക്കുക അല്ലാഹുവോട്. എനിക്ക് രക്ഷ വേണം, എനിക്ക് കാവൽ വേണം, എനിക്ക് ശരണം വേണം. അതിന് എന്റെ മനസ്സും എന്റെ മുഖവും അള്ളാഹുവിലേക്ക് തിരിക്കണം. ആദ്യം വേണം. 2, ആ കാവൽ, ഞാൻ ചോദിക്കുന്ന കാവൽ ഏത് തരത്തിലുള്ള കാവലാണോ അതിവിടെ പൂർത്തീകരിക്കുന്നതിന് അള്ളാഹ് ഒരു സബബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സബബ് ഞാൻ കൈയാളുകയും ചെയ്യണം. കാവൽ ചോദിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. കാരണം കാവൽ ചോദിക്കേണ്ടത് ഏതിൽ നിന്നൊക്കെ ചോദിക്കണം. ഒന്ന്, നമ്മുടെ നഫ്സ്. ആ നഫ്സ് അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഒന്ന് അവന്റെ ഹവയാണ്, 2 അവന്റെ അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, തിന്മക്ക് വേണ്ടി അവനെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന അവന്റെ നഫ്സാണ്. 3-ാമത്തേത് അശ്ശൈത്വാൻ, പിശാചാണ്. അതേപോലെ തന്നെ അവൻ ജീവിക്കുന്ന സാഹചര്യം മെച്ചമല്ലെങ്കിൽ അതും അവനെ തിന്മയിലേക്ക് അവന്റെ ശത്രുവാണ്. ഇതൊക്കെ മനുഷ്യന്റെ ശത്രുക്കളാണ്. ഇതിൽ നിന്നൊക്കെ വല്ല രക്ഷപ്പെട്ട് അള്ളാന്റെ അടുക്കൽ വലിയൊരു പരിക്കില്ലാതെ തിരിച്ചെത്തണമെങ്കിൽ സദാ അള്ളാഹിനോട് കാവൽ ചോദിക്കണം. കാവൽ ചോദിക്കുന്നതോടൊപ്പം അതത് വിഷയങ്ങളിൽ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ എടുക്കണം. അള്ളാഹ് നിശ്ചയിക്കാത്ത കാരണങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല. എടുത്താൽ അത് നന്ന ചുരുങ്ങിയത് ശിർക്കുൻ അസ്ഗറും അതിൽ ഇഅ്തിമാദും തവക്കുലും ഉണ്ടെങ്കിൽ, അതിനോട് നേർക്കുനേർ ഇസ്തിആദത്തുണ്ടെങ്കിൽ അത് ശിർക്കുൻ അക്ബറുമായി തീരുന്നതാണ്. വഖൗലുല്ലാഹി തആല, ഇസ്തിആദത്ത് എന്ന് പറയുമ്പോൾ ഇസ്തിആദത്ത് 2-3 തരത്തിൽ, അതിന് വചനങ്ങൾ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ളതും നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. പിശാചിൽ നിന്നുള്ള ഇസ്തിആദത്ത് കാവലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. 2-ാമത്തേത് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം.
മൂന്നാമത്തേത് അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്സിഹി വനഫസി. ഇങ്ങനെ 2-3 തരത്തിൽ ഇസ്തിആദത്ത് കാവൽ ചോദിക്കാനുള്ള അള്ളാഹുവിനോട് പിശാചിൽ നിന്നും പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാനുള്ള വചനങ്ങൾ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ അഊദു ബില്ലാഹ്, അള്ളാഹുവിനോടാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്, നിന്നോട് റബ്ബേ ഞാൻ കാവലിന് വേണ്ടി കെഞ്ചുന്നു. അസ്സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവോട്. മിനശ് ശൈത്വാനിർ റജീം, ആരിൽ നിന്നാണ്, ആരുടെ ശല്യത്തിൽ നിന്നാണ്, ഉപദ്രവത്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? പിശാചിൽ നിന്ന്. അർ റജീം, അള്ളാഹ് തന്നെ അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി മാറ്റിയിട്ടുള്ള, തള്ളിവിട്ടിട്ടുള്ള ആ പിശാചിൽ നിന്ന്, അവന്റെ ശല്യത്തിൽ നിന്ന്. മിൻ ഹമസി വനഫസി വനഫസിഹി, പിശാച് നമ്മളിൽ ഉണ്ടാക്കുന്ന ഭ്രാന്ത്, അത് പിശാച് തലയിൽ കയറിയാൽ ഭ്രാന്തൻ കളിക്കും പോലെ മനുഷ്യൻ കളിക്കും, ആ ഭ്രാന്തിൽ നിന്ന്. അതുപോലെ തന്നെ പിശാച് വല്ലാത്തൊരു അഹങ്കാരമാണ് നമ്മളിൽ ഉണ്ടാക്കുക. പിശാചൊരു മനുഷ്യനിൽ സ്വാധീനിച്ചാൽ പിന്നെ വിനയുണ്ടാവില്ല, ഒന്നും അംഗീകരിക്കില്ല, ഞാൻ തന്നെ വലുത് എന്ന് വിചാരിച്ചിരിക്കും. അല്ലെങ്കിൽ പിശാചിന്റെ രാഗങ്ങളിൽ നിന്ന്, പിശാചുണ്ടാക്കുന്ന ഭ്രാന്തിൽ നിന്ന്, അവന്റെ അഹങ്കാരത്തിൽ നിന്ന്, അവന്റെ രാഗങ്ങളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്നാൽ ഈ കാവൽ ചോദിക്കുമ്പോ ഇനി ജിന്ന് പിശാചുക്കൾ നമുക്ക് വളരെ ദോഷം ചെയ്യും, പല നേരത്ത് ഉപദ്രവിക്കും. അതെല്ലാം ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഉള്ളതാണ്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലും സ്ഥിരപ്പെട്ടതാണ്. അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം തന്നെ. അതില്ല, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ആളുകൾ അതില്ല എന്ന് നിഷേധിക്കും. അത് തെറ്റാണ്. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണല്ലോ. ഒരു സംഗതി ഇല്ലാന്നറിയാം, ഒട്ടകപ്പക്ഷിന്റെ നയം. ഒട്ടകപ്പക്ഷിനെ വേറെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒട്ടകപ്പക്ഷി ഇല്ല, ഇന്ന ആരും കാണില്ല എന്ന് വേണ്ടി അതിനുവേണ്ടി തല മണ്ണിലാണ് പൂത്തു എന്ന മാതിരി അതില്ല എന്ന് നിഷേധിക്കും. ഇല്ല എന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ലാതെ യാഥാർത്ഥ്യമാണ്. പിശാചിന്റെ ശല്യം, ജിന്നിന്റെ ശല്യം മനുഷ്യന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ നിരന്തരമായ ശല്യം ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? പിശാചിനെ ഉപദ്രവിക്കല്ലോ എന്ന് പറയലാണോ, അതോ വേറെ വഴികളാണ്? വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ ഫസാദൂഹും റഹഖാ. ഇത് ശിർക്കാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ചെയ്തിരുന്ന ശിർക്കിന്റെ ഒരു ഇനമാണ്. എന്താണ് പറയുന്നത്? ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുത്തുകൊണ്ട് അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ മുശ്രിക്കുകളായ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശിർക്കിന്റെ രൂപമാണ് ഇവിടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. എന്താണത്? അവരൊരു വഴി പോവുകയാണ്. അങ്ങനെ ഒരു താഴ്വരയിൽ ചെന്നിറങ്ങി, ഒരു വാലി, നല്ലൊരു വാലി, അവിടെ താഴ്വരയിൽ അവർ ചെന്നിറങ്ങി. ഒഴിഞ്ഞു കിടക്കുന്ന മരുപ്രദേശങ്ങളും അതുപോലെ തന്നെ താഴ്വരകളും അതുകൊണ്ട് നിറയപ്പെട്ടതാണ് അറേബ്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം. അങ്ങനെ ഒരു താഴ്വരയിൽ, പ്രത്യേകിച്ച് അറബികൾ എന്ന് പറഞ്ഞാൽ വളരെ നോമഡിക്കായിട്ടുള്ള, അവര് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ അങ്ങനെ ദേശാടനം നടത്തുന്ന ജീവിത രീതി പിന്തുടരുന്ന ആളുകളാണ്. കുറച്ചാളുകൾ, ഖുറൈശികളെ പോലെയുള്ള കുറച്ചാളുകൾ മാത്രമാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും ചെയ്തത്. ബാക്കിയുള്ള അറബുകൾ മിക്കവരും അവർ വളരെ നോമഡിക്കാണ്. ഇന്ന് കുറച്ച് ഇവിടെ നിൽക്കും, അങ്ങനെ 10 ദിവസം അവിടെ നിന്നിട്ട് അവിടുത്തെ പുല്ലും വെള്ളമൊക്കെ കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾക്ക് കഴിക്കാനുള്ള പുല്ലൊക്കെ തീർന്ന് അവിടെയുള്ള വെള്ളമൊക്കെ തീർന്നാൽ എല്ലാം പെറുക്കി കെട്ടി മറ്റു സ്ഥലത്തേക്ക് പോകും. ഇതാണ് അവരുടെ രീതി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പുതിയ താഴ്വരയിൽ വന്നിറങ്ങിയാൽ അവിടെയുള്ള ജിന്നുകൾ അവരെ പ്രയാസപ്പെടുത്തും. ജിന്നിന്റെ പ്രയാസങ്ങൾ പല രൂപത്തിലായിരിക്കും. ആ പ്രയാസം അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പറയും, അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയിലുള്ള ജിന്നുകളുടെ തലവനാരാണോ ആ തലവനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അഥവാ ജിന്നുകളെ, ഇവിടെയുള്ള ജിന്നുകളെ, നിങ്ങളുടെ തലവനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഫുസ്സാത്തുകൾ, തെമ്മാടികൾ, താന്തോന്നികളായി നടക്കുന്ന ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ വന്ന് കുതിരവിടരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, അതിന് ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്നാരാണ് അവരുടെ തലവനോട് രക്ഷ ചോദിക്കും. ഇതാണ് രീതി. ഇത് ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന, ജാഹിലിയത്തിലുള്ള ആളുകൾ അവരിങ്ങനെ മാറി മാറി ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു പുതിയ സാഹചര്യത്തിൽ വന്നാൽ, പുതിയ താഴ്വരയിൽ വന്നിറങ്ങിയാൽ അവിടെയുള്ള ജിന്നുകൾ മിക്കവാറും താമസിക്കുക മനുഷ്യർ പാർപ്പില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുന്നത്.
അത് സുലൈമാൻ നബിയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് അവർ താമസിക്കും. ഇതുപോലുള്ള വിജനമായ പ്രദേശങ്ങളിൽ അവരുണ്ടാകും, കൂടുതലുണ്ടാകും. അവിടെ എത്തിപ്പെട്ടാൽ അവരുടെ അധിവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യരെത്തുമ്പോൾ മനുഷ്യരെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവർ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപദ്രവിക്കരുത് കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ ഉപദ്രവിക്കാതെ നോക്കണേ എന്ന് തലൈവരോട് അങ്ങോട്ട് പറഞ്ഞേക്കും. ഇതാണ് അവരുടെ രീതി. അതുകൊണ്ട് തന്നെ പറയുന്നു അന്നഹു, തീർച്ചയായും കാര്യം കാന റിജാലും മിനൽ ഇൻസ്, മനുഷ്യരിൽപ്പെട്ടിട്ടുള്ള കുറച്ചാളുകൾ യഊദൂന, അവര് രക്ഷ ചോദിച്ചിരുന്നു, കാവൽ ചോദിച്ചിരുന്നു, ശരണം തേടിയിരുന്നു. ആരോട്? ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നിൽപ്പെട്ട ആളുകളോട്. അവർ ചോദിച്ചിരുന്ന വാക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നു. അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയിലെ ജിന്നുകളുടെ തലവനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള താന്തോന്നികളുടെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഞങ്ങളോട് ചെയ്യുന്ന അക്രമങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന്. ഫസാദൂഹും റഹഖ, ജിന്നിനോട് ആരെന്ത് ചോദിച്ചാൽ സാദൂഹും റഹഖ, അവര് രക്ഷയല്ല നൽകുക, അവര് ശരണമല്ല നൽകുക, അവരവർക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ മാത്രമാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം മനുഷ്യനുമായിട്ട് ഒരു നിലക്ക് ഒത്തുപോകാത്ത സാധനമായി ജിന്ന്. ഫത്തഖിദൂഹു അദുവ, അവരെ നീ ശത്രുവായി തന്നെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അവര് ആദം കാരണത്താലാണ് അലൈഹിസ്സലാം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചതും ഇറക്കിവിട്ടതും എന്നാണ് അവർ കരുതുന്നത്. ഇബ്ലീസ് അള്ളാന്റെ അടുക്കൽ നിന്ന് ശാപവും വാങ്ങിയിട്ട് പുറത്തിറങ്ങേണ്ടി വന്നത് ആദം കാരണത്താലാണ്. അതിനാൽ ആദമിന്റെ മക്കളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതിനുവേണ്ടി എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെ ആയുസ് നൽകണം. അവനെ ഞാൻ വഴിപിഴപ്പിക്കും. അവന്റെ സന്തതി പരമ്പരകളെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. എനിക്ക് കഴിയുന്ന എല്ലാ രൂപത്തിലും മുന്നുകൂടി ചെന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നിലൂടെ ചെന്ന് നോക്കും, ഇല്ലെങ്കിൽ വലതു ഭാഗത്തുകൂടെ ചെന്ന് പോക്കും, ഇല്ലെങ്കിൽ ഇടതു ഭാഗത്തുകൂടെ സമീപിച്ചു നോക്കും. അവനെ ഞാൻ വ്യാമോഹിപ്പിക്കും, അവനെ ഞാൻ പ്രകോപിപ്പിക്കും, അവനെ ഞാൻ ഭീഷണിപ്പെടുത്തും, അവന് ഞാൻ പലതും നൽകി നീട്ടി നോക്കും. ചില ചില്ലറ സൗകര്യങ്ങൾ നൽകും, അത് കിട്ടുമ്പോൾ അവൻ അടുക്കും, അപ്പൊ പിടിച്ചു വലിച്ചു ഇങ്ങോട്ടിടും. ഇതൊക്കെയാണ് എന്റെ പണി. അതുകൊണ്ട് ഒരു മരുഭൂമിയിൽ ചെന്നു. അവിടെ അയാൾ എന്ത് ചെയ്തു? വഴി തെറ്റിയാൽ ജിന്നെ വന്നിട്ട് വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ, ജിന്നെ എന്റെ വാഹനം ഇതാ ഓടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തടഞ്ഞു വെക്കണമെന്ന് പറഞ്ഞാൽ, ഈ ആയത്തിന് മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്ന ശിർക്കിന്റെ ഒരു ഇനത്തെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകുന്ന ഈ ആയത്തിനെ തന്നെ വളരെ നഗ്നമായി പരസ്യമായി ഖണ്ഡിക്കുന്നതാണ്. അതെങ്ങനെ തൗഹീദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെ പിന്നീട് മനസ്സിൽ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആകെ അവരെ വസ്വാസാക്കിയ ഒരു കാര്യം ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞു എന്നാണ്. വല്ലാഹിൽ അലീം, ഇമാം അഹ്മദ് അങ്ങനെ ജിന്നിനോട് വഴി ചോദിച്ചു എന്നത് ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല. ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല. വെറുതെ വാചകം അടിച്ചുകൊണ്ടൊരു കാര്യമല്ല. വാചകങ്ങളൊക്കെ മാറ്റി നിർത്തും. ഇമാം അഹ്മദ് യാ ഇബാദല്ലാഹ് ദല്ലൂനി അത്വരീഖ് ദുല്ലൂനി അല ത്വരീഖ് ദുല്ലൂനി അല ത്വരീഖ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ജിന്നുകളെ, ഈ വിജനമായ സ്ഥലത്ത് ഞാൻ വഴി നഷ്ടപ്പെട്ടവനാണ്, വഴി തെറ്റിയിരിക്കുകയാണ്, എനിക്ക് ജിന്നുകളെ വഴി കാണിച്ചു തരുവീൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം അഹ്മദോ അല്ലെങ്കിൽ ഇമാം അഹ്മദിൽ നിന്ന് ആ സംഭവം ഉദ്ധരിക്കുന്നവരോ അല്ലെങ്കിൽ ആ സംഭവം പിൽക്കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ള അയിമ്മത്തുൽ ഇസ്ലാം അഹ്ലുസുന്നന്റെ ഇമാമിയങ്ങളോ ഉലമാക്കളോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് വേറെ ചില ആളുകൾ അവരുടെ സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിക്കുക മാത്രം ചെയ്യണം. ഇത് തൗഹീദിന്റെ സ്വമീം, അതിന്റെ അകക്കാമ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് എന്നാൽ അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷ അത് വഴി ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെട്ടാൽ വാഹനത്തെ പിടിച്ചു വെക്കുന്നതാകാം. വഴി ചോദിക്കുകയാണ് അള്ളാനോട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ ജിന്നിനോട് ചോദിക്കുക? അമ്മൻ യഹ്ദീകും, ആരാണ് നിങ്ങൾക്ക് വഴി നൽകുന്നത്? ഫി ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലോ കരയിലോ നിങ്ങൾ ഇരുട്ടിലകപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ട് നിങ്ങൾ അന്താളിച്ചു പോയാൽ ഈ വഴിയെ പോകൂ എന്ന് നിങ്ങൾക്ക് വഴി നൽകുന്നത് ആരാണ്? അത് അള്ളയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ,
പ്രയാസത്തിലകപ്പെട്ട് കുഴങ്ങിപ്പോയ ഒരു മനുഷ്യൻ വാഹനം കണ്ട് കയ്യിൽ നിന്ന് പോകുകയാണ് മരുഭൂമിയുടെ നടുവിൽ വെച്ചിട്ട്. അങ്ങനെ ദുരിതത്തിലകപ്പെട്ട ഒരാൾക്ക് അയാളുടെ ദുരിതം മാറ്റിയിട്ട് അയാൾക്ക് വയക്കിഷിഫു, അയാളുടെ ദുരിതം അയാളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നത് ആരാണ്? അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? ജിന്നിനോടാണോ പറയേണ്ടത്? അത് അല്ലാതെ എന്ന് ഖുർആന് ചോദിച്ചിട്ട് ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞു എന്നൊരു കടുത്ത ആരോപണം ഇമാം അഹ്മദിനെതിരെ ഉദ്ധരിക്കുകയും എന്നിട്ട് വഴി തെറ്റാനും ചില ആളുകൾ പോകുന്നത് ഒരു നക്കാപ്പിച്ച, സംഘടനാപരമായ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കടുത്ത അപരാധമാണ്. ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അവരുടെ ദീനും ഫസാദാക്കി ഒക്കെ തിരക്കമില്ലൻ സംഘടനയല്ലേ. സംഘടനയിൽ അത് നഷ്ടപ്പെട്ടു, സംഘടനയിൽ ഇത് നഷ്ടപ്പെടും. ഇതാണ് പ്രശ്നം. സംഘടന വലിയൊരു സംഭവമല്ല, അതിലാണ് എങ്ങനെ ജീവിക്കുക? എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സംഘടന അല്ലാതെ എങ്ങനെ ജീവിക്കുക? ഞാൻ ഇരിക്കണോടത്തുനിന്ന് നീക്കണമെങ്കിൽ സംഘടനയല്ലേ എന്നെ ഒന്നുങ്ങാണ്ട് പൊക്കിത്തരുന്നത്? ഇതാണ് ജനങ്ങളുടെ സ്ഥിതി. വിട്ടേക്കൂ. ഈ ആയത്ത് നിങ്ങൾ നോക്കൂ, ഇതൊന്നും ഇപ്പുണ്ടായ മസലയല്ലല്ലോ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇമാമുദ്ദഅവ അൽ മുജദ്ദിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കിതാബ് തൗഹീദ് എഴുതുമ്പോ ഈ ചർച്ച കേരളത്തിൽ നടക്കുന്നതിന്റെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 100-300 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അധ്യായത്തിട്ടാണ് കൊടുത്തത്. നിങ്ങൾ കാവൽ ചോദിക്കേണ്ടത്, വാഹനം കെട്ട് പോയാൽ ആ വാഹനത്തെ കിട്ടാൻ, വഴി നഷ്ടപ്പെട്ടാൽ വഴി കാണിച്ചു തരാൻ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു രക്ഷ, ഒരു കാവൽ, ഒരു സംരക്ഷണം കിട്ടാൻ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ. അത് അള്ളാഹിന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. അപ്പോ ഒരു മനുഷ്യനപ്പോ ആ വഴി പോലുണ്ടായിരുന്നു, അപ്പൊ ആളോട് വിളിച്ചിട്ട് എങ്ങനെ വഴിയെന്ന് ചോദിച്ചാലോ ഒരു കുഴപ്പമില്ല, അത് അള്ളാഹ് നിശ്ചയിച്ച സബബാണ്. എന്നാൽ ഒരു ജിന്നിനോട് ചോദിക്കുന്നതോ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. കാരണം ജിന്നിനെ അള്ളാഹ് നമുക്ക് സബബാക്കി തന്നിട്ടില്ല. എവിടെ നിങ്ങൾ ജിന്നുമായിട്ട് ഇടപാടിന് പോയോ ജിന്ന് നിങ്ങളെ വലിച്ച് അതിലേക്ക് കൊണ്ടുപോകും. വഴി കിട്ടിയല്ല, വഴി കൂടുതൽ നഷ്ടപ്പെടും. ഇപ്പൊ നിങ്ങൾ ദുന്യാവിലെ വഴി നഷ്ടപ്പെട്ടത് പരലോകത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലേക്ക് അവൻ നിങ്ങളെ തള്ളി വിട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം പറഞ്ഞു അൻ ഖൗലത ബിൻതി ഹകീമിൻ ഖാലത് سمعت رسول الله صلى الله عليه وسلم يقول من نزل منزلا فقال أعوذ بكلمات الله التامات من شر ما خلق لن يضره شيء حتى يرتحل من منزله ذلك رواه مسلم. ഖൗല ബിൻതു ഹകീം റളിയല്ലാഹു അൻഹ വഅർളാഹ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? യഖൂൽ മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥാനത്ത്, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി, ഒരു പുതിയൊരു സ്ഥലത്ത്, നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ സ്ഥിരമായി വരുന്ന നമ്മുടെ ജോലി സ്ഥലമാണ്, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ താമസിക്കുന്ന വീടാണ്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളെ വീടാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീടാണ്. ഇങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പുതിയൊരു സ്ഥലത്ത് ഒരാൾ ചെന്നിറങ്ങി. ഇനി ആ സ്ഥലം നമ്മൾ സ്ഥിരമായി ചെല്ലുന്നതല്ല, ഇടയ്ക്ക് ചെല്ലുന്നതാണെങ്കിലും അവിടെ വെച്ചും ഇത് ദുആ ചെയ്യുന്നു. അതാണ് അതിന്റെ രീതി. അങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഫഖാൽ, അയാൾ അവിടെ രക്ഷ ചോദിക്കുന്നു, അയാൾ ദുആ ചെയ്യുന്നു. അഊദ്, ഞാൻ രക്ഷ ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി താമ്മാത്ത്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാന്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അള്ളാന്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട്. അള്ളാന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്താമ്മാത്ത്, സമ്പൂർണമായ വചനങ്ങൾ, അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അള്ളാഹിനോടാണ് ചോദ്യം. അള്ളാന്റെ വചനങ്ങൾ മുൻനിർത്തി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിച്ചു. അള്ളാന്റെ വചനങ്ങൾ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു മിൻ ശർരി മാ ഖലഖ്, ഏതിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ഷർറിൽ നിന്ന്. ആ സൃഷ്ടികൾ മനുഷ്യരാകാം, ജിന്നുകളാകാം, അല്ലെങ്കിൽ ജന്തുജാതികളാകാം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻവിസിബിൾ അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോബ്സ് ആകാം, ഏതുമാകട്ടെ. ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് അവിടെ ഉണ്ടാവുക, എന്തെല്ലാം റിസ്ക് ആണ് ഉണ്ടാവുക, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത്രമാത്രം കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ രോഗത്തിനുള്ള ഒരുപാട് കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം. അതൊരു മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും പരിശോധിച്ചാൽ പെട്ടെന്ന് കാണാത്തതായിരിക്കാം. അതിൽ നിന്ന് രക്ഷ വേണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം ദാഹത്തിന് കുടിച്ചാൽ ജലജന്യമായ 100,000 രോഗങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ, സ്ഥിതിവിശേഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടാകാം. അവിടെയുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരുത്തനെ അങ്ങോട്ട് കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു വിഴുങ്ങുന്ന തരക്കാരായിരിക്കാം. പിന്നെ ജിന്ന് പോലുള്ള അതിന്റെ ശല്യങ്ങൾ വേറെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ ഉണ്ടാകാം. ഇതൊക്കെ ഒരു സ്ഥലത്ത് ചെന്നിറക്കുന്ന ഒരാൾക്ക്
ഒരാൾക്ക് അതൊക്കെ സൂക്ഷിച്ച് നോക്കി നടക്കുക എന്നുള്ളത് സാധ്യമാണോ? ഒരാൾക്ക് മുന്നിൽ കാണുന്നല്ലേ. പിന്നെ 3 ഭാഗങ്ങൾ ബാക്കിയാണ്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മുടെ ഡ്രൈവിംഗിന്റെ സാമർത്ഥ്യം കൊണ്ടാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അവന് തെറ്റി. നമ്മൾ മുന്നിൽ കാണുക മാത്രം ചെയ്യുന്നു, ബാക്കി 3 ഭാഗം കാണുക പോലും ചെയ്യുന്നില്ല. അല്ലാതെ നമ്മളങ്ങനെ കൊണ്ടുപോവുകയാണ്, രക്ഷിക്കുകയാണ്. അവിടെ ഒരു ആപത്ത് വേണ്ട ഇവന് എന്നുള്ള തീരുമാനിച്ചാൽ മലക്കിനെ വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ തടുത്ത് രക്ഷിക്കുക മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കാൻ വേണ്ടി മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാന്റെ റഹ്മത്താണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നാൽ അത് വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം, കാവല് വേണമെങ്കിൽ ചോദിക്കണം. അതുകൊണ്ടാണ് എന്റെ അടിയാറുകളോട് പറയൂ നബിയെ യാ ഇബാദി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ചോദിക്കണം. ഉദ്ഉനി, എന്നോട് നിങ്ങൾ വിളിക്കണം, എന്നെ വിളിച്ച് നിങ്ങൾ ചോദിക്കണം. അസ്തജിബ് ലക്കും, ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇജാബത്ത് നൽകും. അവിടെ നമ്മൾ ചോദിക്കുന്നു, റബ്ബേ ഈ സ്ഥലം എനിക്ക് പുതിയതാണ്, ഈ സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പതിവ് സാഹചര്യമല്ല, ഇവിടുത്തെ റിസ്ക് എനിക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, നിന്റെ വചനങ്ങൾ മുൻനിർത്തി കാവൽ ചോദിക്കുന്നു, നിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളുടെ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ശർറിൽ നിന്ന്. എങ്കിൽ ലം യദുർറഹു, ഇങ്ങനെ ഒരു ദുആ ഒരാൾ ചെയ്താൽ ലം യദുർറഹു, അയാളെ ഉപദ്രവിക്കില്ല. ഷൈഉൻ, ഒന്നും, അത് ജിന്നാകട്ടെ ഇൻസാകട്ടെ, വിസിബിളാകട്ടെ ഇൻവിസിബിളാകട്ടെ, അത് ഒരു പക്ഷേ നമുക്ക് ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാകാം, പറ്റാത്തതാകാം, നമ്മളെ ഒരു രൂപത്തിലും വരാത്ത, നമ്മുടെ ഒരു ഭാവനയിലും വരാത്തതാകാം. ഏതാണെങ്കിലും അവയുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. ലം യദുർറഹു, അവനെ ഉപദ്രവിക്കില്ല. ഷൈഉൻ, ഒന്നുമേ. ഹത്താ യർതഹിൽ മിൻ മൻസിലിഹി ദാലിക്, അയാൾ ആ സ്ഥലത്തു നിന്നും അവിടുന്ന് പോരുന്നത് വരെ, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ പിന്നെ അയാൾക്ക് ഒരു ദ്രോഹവും അള്ളാഹു വരുത്തില്ല. ഒരു കാവലാണ്. ഒരു ചെറിയ ഒരു വചനം പഠിച്ചു വെച്ചാൽ എന്തൊരു മനസ്സമാധാനം. അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര മഹത്തരം. പക്ഷെ നമ്മളെ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ല. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പഠിപ്പിച്ചെന്നാ, ഇതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഏത് കലിമത്ത് തയ്യിബിലൊക്കെ കഴിഞ്ഞു പോയത്. പക്ഷെ ചൊല്ലോ ഇല്ല. പുതിയ സ്ഥലത്ത് ചെന്നാൽ ചൊല്ലൂല. എന്നിട്ട് പല പ്രശ്നം ഉണ്ടാകും. ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദനയോട് തലവേദനയായിരിക്കും. ഇവിടെ വന്നതിന്റെ ശേഷം പിന്നെ തല പൊക്കാൻ പറ്റിയിട്ടില്ല. വേറെ ചിലർക്കാണെങ്കിലോ അലർജികൾ തുടങ്ങിയിട്ട് പിന്നെ തുമ്പിയാലെ അയലോക്കക്കാർ ഉറങ്ങൂല, ആ ജാതി തുമ്പല. വേറെ ചിലർക്കാണെങ്കിലോ അവിടെ വന്നതിന്റെ ശേഷം തമ്മിൽ വെറുപ്പും പ്രശ്നവും ആകെ കലഹം, ഒരു മനസ്സമാധാനം കിട്ടിയില്ല തുടങ്ങി. വേറെ ചിലർക്കാണെങ്കിലും അന്നാണ് തുടങ്ങിയാണ് ഊരക്ക് വേദന, ഇന്നേ വരെ ശരിയായിട്ടില്ല. ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ നല്ലവരായ ഡോക്ടർമാരാണ്. അവർ കുറെ മരുന്ന് കഴിക്കും അല്ലേ? ഒരുപാട് മരുന്ന്, പലതരം മരുന്ന്, ക്യാപ്സ്യൂള്, ടാബ്ലറ്റ്, കുടിക്കാൻ, പുറത്ത് തേക്കാൻ ഒക്കെ കമ്പനിക്കാർ അവരങ്ങനെ കൊടുക്കും. മറിച്ച് അതൊന്നുമല്ല. ഇതിനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ എന്തെങ്കിലും ഒരു കാരണം അവർക്ക് പറയാണ്ടാകും. അവിടെ ഒന്നിങ്ങനെ വളഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്, അവിടെ ഒരു ആക്സസ് ഉണ്ട്, ഇവിടെ ഒരു വീക്കുണ്ട്, അവിടെ ഒരു മുഴണ്ട്, ഇതൊക്കെ ഒരു പറഞ്ഞു തരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറമെ കാണുന്നതിന്റെ സിംറ്റാണ്. പക്ഷേ ഇതൊക്കെ വരുന്നതിന്റെ അപ്പുറം ഇതൊക്കെ തടുക്കാൻ ഈ ഒരു വചനം മതി. അള്ളാന്റെ അടുക്കിലേക്ക് തന്റെ മനസ്സ് പോകണം. അള്ളാഹുവിലേക്ക് തന്റെ ഈ ദുആ, തന്റെ ഈ കെഞ്ചൽ, തന്റെ ഈ ഇസ്തിയാദത്ത് അള്ളാഹുവിലേക്ക് നാവിലൂടെ ഉയരണം. എങ്കിൽ അള്ളാഹുവിനെ രക്ഷിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ സങ്കീർണമാണ് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ. അതുകൊണ്ടൊരു പുതിയ സാഹചര്യത്തിലെത്തിയാൽ അഊദു ബികലിമാതില്ലാഹി താമ്മാത് മിൻ ശർരി മാ ഖലഖ്, എത്ര സഹലാണ്. ഇസ്ലാം നമുക്ക് നൽകുന്ന സമാധാനം എത്ര വലുതാണ്. ആ ഒരു പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ വലിപ്പം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചത്. ഇത് ഒരു മുഅ്മിനല്ലാതെ വേറെ ഇവിടെയുള്ള കോടാനകോടി കാഫറുകൾക്കുള്ളതാണോ? അവർക്കുള്ളതല്ല. ഒരു മുഅ്മിനെങ്കിൽ ഇത് അർഹനാണ്. ആ മുഅ്മിൻ അത് ചോദിക്കണ്ടേ? ചോദിച്ചു വാങ്ങണം. എന്റെ അടിയാറുകൾ എന്നോട് ചോദിക്കട്ടെ. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നാ അങ്ങനെ ചോദിക്കാൻ അതൊന്നും ചോദിക്കാതെ തന്നെ അതൊക്കെ മരുന്നോണ്ട് മാറ്റിക്കൊണ്ടെന്നാണെങ്കിൽ ഇന്നല്ലദീന യസ്തക്ബിറൂൻ അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, ആ അഹങ്കാരം നമുക്ക് പറഞ്ഞതല്ല താൻ. ഫീഹി മസാഇൽ, ഇതിൽ മസലകൾ ഒരുപാടുണ്ട്. അൽ-ഊല തഫ്സീറു ആയത്തുൽ ജിൻ. ഒന്ന് ആയത്തുൽ ജിൻ, സൂറത്തുൽ ജിന്നിൽ വന്നിരിക്കുന്ന ആയത്തിന്റെ വ്യാഖ്യാനമാണ്. മനസ്സിലായില്ലേ? ഇസ്തിആദത്ത് എന്നുള്ളത് അൽ-ഇൽതിജാഉ വൽ ഇഅ്തിസാം എന്നാണ് ഭാഷയിൽ പറയാം.
ഒന്നിനെ അവലംബിക്കുക, ഒന്നിലേക്ക് ഇൽത്തിജാ നടത്തുക, ആശ്രയം തേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശ്രയം ചോദിക്കുക, അവലംബിക്കുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അൽ ഇസ്തിആദത്തു ഹിയൽ ഇൽതിജാഉ ഇലല്ലാഹ് വൽ ഇൽതിസാഖു ബിജനാബിഹി മിൻ ശർരി കുല്ലി ദീ ശർ വൽ ഇയാദ് യകൂനു ലിദഫഇ ശർ വൽ ഇയാദ് ലിതലബിൽ ഖൈർ. സംരക്ഷണം ചോദിക്കൽ, രക്ഷ ചോദിക്കൽ രണ്ടിനും ആകാം. ഒന്നുകിൽ വന്നുപെട്ട ആപത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ വരുമോ എന്ന് ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്നാകാം സംരക്ഷണം ചോദിക്കുന്നത്. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സംരക്ഷണം ചോദിക്കാൻ നമ്മളോട് കൽപ്പിച്ചത് തന്നെയാണ്. അല്ലാഹ് പറഞ്ഞു, ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. നിനക്ക് പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നസ്ഗ്, പിശാചൊന്ന് നിന്നെ പോക്കിയതു, ചെറുതായിട്ട് നിന്നെ ഒന്ന് സ്പർശിച്ചു, അല്ലെങ്കിൽ ചെറുതായിട്ട് പിശാച് നിന്നെ ഇളക്കി എന്ന് നിനക്ക് തോന്നിയാൽ കൂട്ടാന് അതിനുള്ള പരിഹാരം അള്ളാഹിനോട് കാവൽ ചോദിക്കും. അള്ളാഹ് എന്ന ആ മഹത്തായ നാമം അത് കേൾക്കുമ്പോൾ, അത് ഉച്ചരിക്കുമ്പോൾ ഏത് പിശാച്ചും അകലും. പിശാച്ചിന് ആ നാമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തില്ല, അവൻ അലിഞ്ഞു തീരും എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹ്. വേറെ നിങ്ങൾ പിശാച്ചിനെ എന്ത് പറഞ്ഞാലും, തഅസ്സ ശൈത്താൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. നബി അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ശൈത്താൻ എന്ന് പറയുമ്പോൾ അവനിങ്ങനെ വലുതാകും. അവനെ വലുതാക്കാൻ നടക്കണ്ട, മറിച്ച് അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹ് എന്നുള്ള ആ മഹത്തായ നാമത്തിന്റെ പാരായണം, ആ മഹത്തായ നാമത്തിന്റെ ഉച്ചാരണം, അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ഒരു പിശാചുമില്ല. അവൻ ഓടിയകലുകയും അവൻ ഇല്ലാതായി പോവുകയും ചെയ്യും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാദിയൻ, മക്കാനൻ, മോഹിച്ചൻ, ഒരു താഴ്വരയിൽ അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരാൾ ചെന്നു പോയാൽ അറബികൾ ജാഹിലിയ്യത്തിൽ പറയാറുണ്ടായിരുന്നു, അവർക്ക് ജിന്നിൽ നിന്നുള്ള ശർറ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ താഴ്വരയിലുള്ള തലവനോട് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. അഊദു ബിസയ്യിദി ഹാദൽ വാദി മിനൽ ജിന്നി അൻ ഉളറ ഫീഹി ഔ മാലി ഔ വലദി ഔ മാശിയത്തി. എനിക്കോ എന്റെ സമ്പത്തിനോ എന്റെ മക്കൾക്കോ എന്റെ കാലികൾക്കോ ജിന്നിന്റെ ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജിന്നിന്റെ തലവനോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്നവർ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ശിർക്കിന്റെ ഇനമാണ് എന്ന് മാത്രമല്ല, പിശാച്ചിനോട് നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വെച്ചാൽ പിശാച്ച് അവൻ 10 നേട്ടം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. അതാണ് ഇസ്തിംതാഴിന്റെ സ്വഭാവം. അതിലേക്ക് നിങ്ങൾ പോകരുത്. ഫസാദൂഹും റഹഖ, അതവരുടെ ഇസ്മുകളും അതവരുടെ ദുരിതങ്ങളും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള അതിന്റെ തഫ്സീർ അതാണ്. അതിന് ശേഷം പിന്നെ വയൗമ നഹ്ശുറുഹും ജമീഅൻ, ഖിയാമത്ത് നാളിൽ വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅ്ശറൽ ജിൻ ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്. യാ മഅ്ശറൽ ജിൻ, അല്ലയോ ജിന്ന് വർഗത്തിൽപ്പെട്ടവരെ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, മനുഷ്യരിൽപ്പെട്ട കുറെ ആൾക്കാരെ നിങ്ങൾ പാട്ടിലാക്കിയനോ. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്, ആ സന്ദർഭത്തിൽ മനുഷ്യരിൽപ്പെട്ടിട്ടുള്ളവരുടെ ഔലിയാക്കൾ പറയുന്നു, റബ്ബന ഇസ്തംതാ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖങ്ങൾ എടുക്കുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരും, ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സാധനം കിട്ടണം, അല്ലെങ്കിൽ മറ്റവരെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കി തരണം, അത് ഞങ്ങൾ അവരെ ഉപയോഗിച്ചു, അവർ ഞങ്ങളെ ഉപയോഗിച്ചു, പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ കൊണ്ടും കൊടുത്തും പോരുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് എത്തിയിട്ടുള്ള ആ സന്ദർഭത്തിൽ പിന്നെ നിശ്ചിത സമയത്തിൽ ഞങ്ങൾ എത്തി, അവധിയിൽ ഞങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും ഖാലന്നാറു മത്വാക്കും. അള്ളാഹു പറയുന്നു, ശരി എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഴ്ത്തതല്ലേ, ജിന്നിനോട് അങ്ങോട്ട് ചോദിച്ചു, കുറച്ചു കാര്യം ജിന്ന് ഇങ്ങോട്ട് തന്നു, ജിന്ന് ചോദിച്ചു, കുറച്ചു കാര്യം അങ്ങോട്ട് ചെയ്തു കൊടുത്തു. ജിന്ന് അവൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തരണമെങ്കിൽ കൂഫറും ശിർക്കുമാകുന്ന കാര്യം തിരിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖാലന്നാറു മത്വാക്കും, നിങ്ങളുടെ അഭയകേന്ദ്രം നരകമാണ്, നടക്ക് നരകത്തിലേക്ക് അള്ളാന്റെ മറുപടി. ഖാലിദീന ഫീഹാ, അതിൽ നിങ്ങൾ ശാശ്വതരാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിന്റെ റബ്ബ് ഹകീമും അലീമുമാണ്. അപ്പോ ഏതൊരു മൂലയർ പറഞ്ഞു ഉത്തരേ ഇല്ലാ മാഷാ അല്ലാഹ് എന്നായത്തിലില്ലേ? ഇതൊക്കെ പുതിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അത് ശിർക്കാകൂല, അതാണ് കണ്ടുപിടുത്തം. അഊദു ബില്ലാഹ്. അങ്ങനെ ഒരു മുഅ്തമദായ തഫ്സീർ, ഇവർക്ക് തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? അറബിയിൽ ഒരു വാചകം എഴുതി അത് മുഴുവൻ തഫ്സീറാണ് അല്ല. നിങ്ങൾ വീണ്ടും തഫ്സീറിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ തഫ്സീറിനെ കുറിച്ച് ഇത്തരം ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഏതാണ് തഫ്സീർ,
ഖുർആന്റെ തഫ്സീറിനെ കുറിച്ച് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്പം ദീർഘമായി തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ആ തഫ്സീറിലേക്ക് നിങ്ങളൊന്ന് പോകൂ. ഒരാൾ അറബിയിൽ എഴുതിയത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനിന്റെ വ്യാഖ്യാനമല്ല. ഖുർആനിന്റെ വ്യാഖ്യാനമാകണമെങ്കിൽ അത് ഏതൊക്കെയാണ് ഖുർആന്റെ വ്യാഖ്യാനം എന്നത് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത അറബിയിൽ എഴുതിയത് എന്തെങ്കിലും വായിച്ചിട്ട് മുഅല്ലഖ വായിച്ച് പാടിയാൽ അതുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനമാകും. ഇനി വേറെ സംഗതി, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞോടുകൂടി അത് ശിർക്കാവില്ല എന്നാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ആൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തരം വസുവാസികൾ അത് കേൾക്കാൻ പോണതാണ് തെറ്റ്, എന്നിട്ട് ചെവി പൊത്തിയിട്ട് കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറയാം. സൂറത്ത് ഹൂദ് നിങ്ങളൊന്ന് വായിച്ചു നോക്കും. സൂറത്ത് ഹൂദിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവസ്ഥ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വർഗവും നരകവും, അതിന് കാഫിര്യങ്ങളെ ശിക്ഷിക്കുന്ന നരകവും മുഅ്മിനീങ്ങളെ നൽകുന്ന പ്രതിഫലം നൽകുന്ന സ്വർഗത്തിന്റെയും കാര്യം പറയുന്നിടത്ത് ആ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലാ മാഷാ അല്ലാഹ് എന്നുള്ള കാര്യം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഇല്ലാ മാഷാ റബ്ബുക ഇല്ലാമ ശാഅ റബ്ബുക്. അതോടുകൂടി നരകത്തിലുള്ള ആരും ശിർക്കല്ല, കുഫറല്ല. നരകം മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ഉള്ളതല്ല. കാരണം അവിടെ വന്ന ആൾക്കാരും അഭൗതികം എന്ന് പറഞ്ഞിട്ടുമില്ല, ഒക്കെ ഭൗതികം എന്നാ പറഞ്ഞത്, രക്ഷപ്പെട്ടതാണ് എന്ന് വ്യാഖ്യാനിക്കും. അപ്പൊ ഇല്ലാമാ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാമാ ഷാ അല്ലാഹ് ചേർത്ത് പറഞ്ഞ കാര്യം മുഴുവനും ശിർക്കിൽ നിന്ന് ഒഴിവാണ് എന്ന് അസ്യൂം ചെയ്യുന്നത് ശുദ്ധമായ അസംബന്ധവും തെറ്റുമാണ്. അങ്ങനെ മുഴത്തമതായ തഫ്സീർ ഇല്ലതാണ്. അപ്പോ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഒരു തരം ജിദാലിന്റെ ഭാഗമായിട്ടാണ് ഇവർ നടത്തുന്നത്. ജിദാലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റൊരൊന്ന് പറയുമ്പോൾ ഇതിന് ഒന്നങ്ങിട്ട് പറയണല്ലോ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആള് ഇത്ര തന്നെ സാമർത്ഥ്യം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ മുണ്ടാട ജയിച്ചു. പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെ അത് പ്രചരിപ്പിച്ചു. ലേശപ്പുറത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും തിരിച്ചു പറയും. പ്രചാരവേലകളല്ല ദീൻ. ഇന്ന് ദീൻ എന്നുള്ള പേരിൽ ഇവിടെ നടക്കുന്നത് പ്രൊപ്പഗണ്ടയാണ്. ആരാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്? ഓനാണ് ആദർശമുള്ളത്. ആർക്കാണ് കൂടുതൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്? അവരാണ് ആദർശമുള്ളവർ. ആദർശം എന്ത് ദർശാന്ന് എനിക്കറിയില്ല. ഇതാണ് ദീനിന് അവർ ഉപയോഗിക്കുന്ന ആ വാക്ക്. ആദർശം അതാണ്. കൂടുതൽ പ്രചാരവേല നടത്താൻ കഴിഞ്ഞാൽ ആദർശമായി. നല്ല പ്രചാരവേല ഉണ്ടെങ്കിൽ ഒരു വിജയിച്ചു. ഇല്ല മാഷാ അല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് ആ കാര്യം ശിർക്കല്ലാതെയോ കുഫറല്ലാതെയോ വരില്ല. അങ്ങനെയാണെങ്കിൽ നരകത്തിൽ കിടക്കുന്ന ഒരാളും ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടുമല്ല, മൊത്തം നരകത്തിന്റെ സ്ഥിതി പറയുന്നിടത്തും ഇല്ലാ മാഷാ റബ്ബുക. എന്തേലും അപ്പോ തർക്കിക്കുന്നവർക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റവനെ കബളിപ്പിക്കാൻ എന്തേലും പറയും. അള്ളാഹിനെ സൂക്ഷിക്കണ്ടേ? ഇത് അള്ളാഹിന്റെ കലാമിനെ കുറിച്ചല്ലേ സംസാരം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിച്ചിട്ടും ജയിച്ചിട്ടും എന്ത് കിട്ടാനാണ്? നമ്മൾ മരിച്ചു പോകേണ്ടി വരും എന്നുള്ളൊരു ചെറിയ ധാരണ അത് വേണ്ടേ? അത് വിട്ടു വെറും ജയിക്കണം. അതാണ് ജിദാൽ എന്ന് പറഞ്ഞതിന്റെ നിർവചനം തന്നെ. അത് അപ്പുറത്തുള്ളവനെ ഇരുത്തി കളയണം, എനിക്ക് ജയിക്കണം, ഈ ലക്ഷ്യത്തിന് വേണ്ടി. അതല്ല ശരിക്കുള്ളൊരു കാര്യമാണ് വിചാരിച്ചാൽ സത്യമാണെങ്കിൽ അത് എന്റെ അടുക്കൽ നിന്ന് വരട്ടെ, അല്ലെങ്കിൽ ഓന്റെ അടുക്കൽ നിന്ന് വരട്ടെ, സത്യം പുറത്തു വരണം. അത് ലാ ഉബാലി അജറൽ ഹഖു അലാ ലിസാനി അം അലാ ലിസാനി ഗൈരി. അത് എന്റെ നാവിലൂടെ വന്നാലും അവരെന്റെ നാവിലൂടെ വന്നാലും രണ്ടും ഒരുപോലെയാണ്. രണ്ടും ഞാൻ ഗൗനിക്കുന്നില്ല. സത്യം പുറത്തു വരണം എന്നത് മാത്രമാണ് എന്റെ ശ്രദ്ധ എന്ന് വരണം. അതില്ലാതെ നടത്തുന്ന ഈ ജിദാലുകളൊക്കെ കൂടുതൽ നാശത്തിലേക്ക് എത്തുള്ളൂ. ഏതാണെങ്കിലും ശരി, ഇവിടെ ജിന്നിനോട് നമ്മൾ ഡീലിങ്ങിന് പോയാൽ ജിന്ന് നമ്മളെ കൊണ്ട് കുഫറും ശിർക്കും ചെയ്യിച്ചിട്ടാണ് വിടുക. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ റബ്ബേ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ദുന്യാവിന്റെ ഉപകാരങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എങ്കിൽ അന്നാറു മത്വാക്കും, നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ നരകത്തിന് അർഹരാണ്, നടക്കൂ നരകത്തിലേക്ക്. അവിടെ ഇല്ലാ മാഷാ റബ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടത് നിങ്ങൾ ആ ചെയ്തിട്ടുള്ള കാര്യം ശിർക്കും കുഫറൊന്നും അല്ല എന്നുള്ളതിന്റെ അല്ലതാണ്. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. അത് അള്ള ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു. ചിലപ്പോൾ ലാഹിറിൽ ശിർക്കാകുന്ന ഒരു കാര്യം ഒരാൾ ചെയ്താൽ ചിലപ്പോൾ തന്നെ അള്ള അതിന് വേറെ ചില കാരണങ്ങളുണ്ടെങ്കിൽ, അതിന് അതിൻ്റെതായ മൂജിബാത്തുകൾ ഉണ്ടെങ്കിൽ അള്ള പിന്നീട് അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ തൗബ ചെയ്തിട്ടുണ്ടാകാം, അത് പുറത്തു കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. അതൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് ശിർക്കല്ലാതാകുക എന്ന നിഗമനം തീർത്തും തെറ്റും. അത് മുഅ്തമദായ മുഫസ്സിരീങ്ങൾ പറയാത്തതുമായ കാര്യമാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഖുർത്തുബിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശിർക്കല്ല എന്ന അർത്ഥത്തിലല്ല. ആ വാചകം ഇപ്പം എന്റെ കയ്യിലില്ല, വേണമെങ്കിൽ പൂർണ്ണമായി പറയാം, കാരണം ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ല.
അതുകൊണ്ട് തന്നെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർത്തുബി എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണുന്നതാണ് ഖുർആന്റെ തഫ്സീർ മുഴുവൻ. ഖുർത്തുബിന്റെ തഫ്സീർ കാണുന്ന മുഴുവൻ തഫ്സീറാകും. ഇബ്നു കസീറിന്റെ ചട്ടക്കുള്ളിലുള്ള മുഴുവൻ ഖുർആന്റെ തഫ്സീറാകും. ഇബ്നു ജരീർ തബ്രിയുടെ ചട്ടക്കുള്ളിലുള്ള മുഴുവനാണ് തഫ്സീർ. അതുകൊണ്ട് എങ്ങനെയാണ് ഒരായത്തിന്റെ തഫ്സീർ പറയേണ്ടത് എന്നത് നേരത്തെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ആദ്യം വ്യാഖ്യാനിക്കുക ഖുർആന്റെ വചനം, രണ്ടാമത് വ്യാഖ്യാനിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യാഖ്യാനിച്ചത് സഹാബത്താണ് നമുക്ക് റിവായത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ സഹാബത്തിൽപ്പെട്ട മുഫസ്സിരീങ്ങൾ നബിയിലേക്ക് ചേർത്തോ ചേർക്കാതെയോ പറയുന്ന വ്യാഖ്യാനങ്ങൾ അവരുടെ മറാസി അവര് മർഫൂ അല്ലാതെ മൗഖൂഫായ നിലക്ക് പറഞ്ഞിട്ടുള്ളത് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് മർഫൂഇന്റെ ഹുക്കുമുണ്ട്. അത് റിവായത്ത് ചെയ്യുന്ന പിന്നീട് വന്നിട്ടുള്ള താബിഈങ്ങളും അത് ക്രോഡീകരിച്ചിട്ടുള്ള അതുമാണ് തഫ്സീർ. അതല്ലാതെ മറ്റു വ്യാഖ്യാനങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഫ്സീറും ബിർറഇ, റഅയി അനുസരിച്ചുള്ള തഫ്സീറാണ്. അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ, അത് ഹുജ്ജത്തായി ഉദ്ധരിക്കാൻ ഒരാൾക്ക് നിവൃത്തിയില്ല. ഇവിടെ ആ വകതിരിവൊന്നുമില്ലല്ലോ. ഒരു ബുക്കിന്റെ എടുക്കുക, ആ ബുക്കിന്റെ ചട്ടന്റെ ഉള്ളിൽ ഇല്ല ആര് പറഞ്ഞു, അത് ആരിൽ നിന്ന് വന്നു. തഫ്സീറാണെങ്കിൽ അതിന്റെ സനത് വരെ നോക്കണം. സനദില്ലെങ്കിൽ അത് തട്ടിപ്പോകുന്നതാണ്. അതിന്റെ തഖ്രീജ് ചെയ്ത് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു. അതിനുശേഷം ഖൗല ബിൻത് ഹക്കീമിന്റെ ഹദീസ് ഞാൻ നിങ്ങളോട് വായിച്ചു. അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മു ശുറൈഖ് എന്നാണ് അവരുടെ കുഞ്ഞത്ത്. അവര് കാനത്ത് ഖബല തഹത്ത ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ കീഴിലാണ് അവർ ജീവിച്ചു വന്നിരുന്നത്. അവരാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പറയുന്നത് കേട്ടു. എന്ത്, ഒരു പുതിയ സ്ഥലത്ത് ഒരു മൻസിൽ ഒരാൾ ചെന്നാൽ ഇത് പ്രാർത്ഥിക്കട്ടെ. നമ്മളൊരു വീട്ടിൽ കയറുകയാണ്, ആ വീട് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഒരു കടയിൽ ചെല്ലുകയാണ്, ആ കട നമ്മൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു നാട്ടിലെത്തി, അല്ലെങ്കിൽ വേറൊരിടത്തെത്തി. അവിടുത്തെ റിസ്ക് നമുക്കറിയില്ല. നമുക്കുള്ള രക്ഷ അള്ളയാണ്. ഉടനെ തന്നെ നമ്മൾ അള്ളാഹിനോട് രക്ഷ ചോദിക്കണം. അള്ളാഹിനോട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ അവന്റെ അസ്മാകൾ കൊണ്ടും അവന്റെ സിഫാത്തുകൾ കൊണ്ടും ആണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹിന്റെ അസ്മാകൾ കൊണ്ട് അവന്റെ സിഫാത്തുകൾ കൊണ്ട് അള്ളാഹിനോട് നമുക്ക് ചോദിക്കാം. അള്ളാഹിന്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹിന്റെ കെലിമാത്തുകൾ. അള്ളാഹിന്റെ കെലിമാത്തുകൾ മുൻനിർത്തിയാണ് പറയുന്നത്. ഇവിടെ അള്ളാഹിന്റെ കെലിമാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ സമ്പൂർണമായ വചനം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ ഖൽഖിന്റെയും തക്വീനിന്റെയും വചനമാണ്, കുൻ എന്നുള്ള വചനമാണ്. ആ ഖൽഖിന്റെയും തക്വീനിന്റെയും വചനം കൊണ്ട്, സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട്, അത് മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടിയുടെയും ശർറിൽ നിന്ന്, ആ സൃഷ്ടി ഏതുമാകട്ടെ എന്നുള്ളത്. അത് ജിന്നിനോട് സഹായം ചോദിക്കുക എന്നതിനെ വിട്ടിട്ട് അതിന്റെ പകരം ഇതാണ് ചെയ്യാൻ പറഞ്ഞത്. ഇതതിന് പകരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ജാഹിലിയ്യ കാലക്കാർ അഊദു ബി സയ്യിദി ഹാദൽ വാദി എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെ ഒരു വാദിയിൽ ചെന്നാൽ പറയേണ്ടത് അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്ത് മിൻ ശർരി മാ ഖലഖ് എന്നാണ് പറയേണ്ടത്. ഇതാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇതിലുള്ള മസ്അലകൾ ഓരോന്നായിട്ട് പറഞ്ഞു. ആ മസ്അലകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മസ്അല ഇത് പറഞ്ഞു, രണ്ട് കൗനുഹു മിന ശിർക്ക്, ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ ചോദിക്കലാണ്. ചോദിക്കുക എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലുണ്ട്. ഒന്ന് ഇസ്തിആദത്ത്, മറ്റൊന്ന് ഇസ്തിആദത്ത്, മറ്റൊന്ന് ഇസ്തിഗാസത്ത്. ഇത് മൂന്നും വളരെ വ്യാപകമായി പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ തലബുൽ ഔൻ, നമുക്കൊരു സഹായം, മുജറദ് ഔൻ, ഒരു സഹായം ചോദിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗാസത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ആപത്ത് വന്നുപെടുന്നുണ്ടെങ്കിൽ ആ ഗൗരവമേറിയ ആപത്തിൽ നിന്നുള്ള രക്ഷ ചോദിക്കലാണ്. ആപത്തിൽ നിന്നുള്ള രക്ഷയാണ് ഇസ്തിഗാസത്ത്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ വന്നുപെട്ടതോ വരുമെന്ന് ഭയപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷ കാവൽ തേടുന്നതാണ് ഇസ്തിആദത്ത്. ഒക്കെ അടുത്തടുത്ത മാനകളാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇസ്തിആദത്തും ഇസ്തിആനത്തും ഇസ്തിഗാസത്തും എല്ലാം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. ജിന്നിനോട് ചോദിച്ചിരുന്ന ആ വചനത്തിന് മാറ്റിയാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഇസ്തിആദത്ത് അല്ലാത്ത ഒരാളോട് ചോദിച്ചാൽ, ഈ ഇസ്തിആദത്താണ് യഥാർത്ഥത്തിൽ ജിന്നിനോട് ചെയ്യുന്നത്. വാഹനം നഷ്ടപ്പെട്ടു, ആരോടാണ് അഭയം ചോദിക്കേണ്ടത്, ആരോടാണ് തേടേണ്ടത്? അത് ജിന്നിനോടല്ല, അള്ളാഹിനോട്. ജിന്നിനോട്, ജിന്നെ ഒന്ന് തടഞ്ഞു വെക്കണേ, ഇബാദല്ലാ ജിന്നെ ഒന്ന് തടഞ്ഞു വെക്കണേ എന്ന് പറഞ്ഞാൽ ജിന്നിനോട് ഇസ്തിആനത്ത് നടത്തി, ജിന്നിനോട് ഇസ്തിആനത്ത് നടത്തി. അത് ശിർക്ക്, ഖൗനുഹു മിന ശിർക്ക്, അത് ശിർക്കിൽപ്പെട്ടതാണ്. പിന്നെ അതിന് ചെറിയൊരു ന്യായം പറയാൻ പറ്റിയ, ആ ജിന്നിനോട് നമ്മൾ ചോദിക്കുന്നത് മനുഷ്യന്മാരോട് ചോദിക്കും പോലെ തന്നെയാണല്ലോ. അല്ല, മനുഷ്യൻ വേറെ ജിന്ന് വേറെ.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആലമുശ് ശഹാദ, ദൃശ്യലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഷഹാദത്ത് വേറെ. എന്നാൽ ജിന്നാണെങ്കിലോ ആലമുൽ ഗൈബ്, അദൃശ്യ ലോകത്തുള്ളതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനോട് അങ്ങോട്ട് കാണുന്നത് പോലെ അവൻ ഇങ്ങോട്ടും കാണുന്നു, ഇങ്ങോട്ട് കാണുന്നത് പോലെ അങ്ങോട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾക്ക് കാരണമാക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സഹകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ സഹകരിക്കണം എന്ന് പറഞ്ഞതാണ് മനുഷ്യനെ നിങ്ങൾക്ക് കാരണമാക്കാം, സബബാക്കാം എന്നതിലേക്കുള്ള തെളിവ്. എന്നാൽ ജിന്നോ, ജിന്ന് ആലമുൽ ഷഹാദത്ത് പെട്ടതല്ല, ആലമുൽ ഗൈബാണ്. ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അത് ഏകപക്ഷീയമാണ്. അവനും അവന്റെ മക്കളും അവനും അവന്റെ പരമ്പരകളും സന്തതി പരമ്പരകളും അവന്റെ വർഗത്തിൽപ്പെട്ടവരും നിങ്ങളെ ഇങ്ങോട്ട് കണ്ടു എന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാൻ പറ്റില്ല. അവര് ജിന്നികളാണ്, മറഞ്ഞവരാണ്, ഗായിബാണ്. അതുകൊണ്ട് തന്നെ ഷഹാദത്തിൽപ്പെട്ടവരെ സബബാക്കുന്നത് പോലെ, കാരണക്കാരാക്കുന്നത് പോലെ, ഗൈബിൽപ്പെട്ടവരെ, അദൃശ്യ ലോകത്തുള്ളവരെ കാരണമാക്കുന്നത് അല്ലാഹു നിശ്ചയിച്ചതല്ലാത്തതിനാൽ നന്ന ചുരുങ്ങിയത് ശിർക്കുൻ അസ്ഗറാണ്. അവരോട് നേർക്കുനേരെയാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ, കാരണം എന്നതിലപ്പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത് ശിർക്കുൻ അക്ബറുമാണ്, അത് ശിർക്കുൻ അക്ബറുമാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ബുഖാരി മദീനയിലുള്ള അറിയപ്പെടുന്ന ഒരു ആലിമാണ്. അദ്ദേഹത്തോട് ആരോ ഈ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ചില ആൾക്കാർ അത് പറ്റുന്നൊക്കെ പറയുന്നവരുണ്ടാകും, അവരുടെ തെളിവ് എന്താണെന്ന് എനിക്കറിയാം. അവരുടെ തെളിവ് എന്ന് പറഞ്ഞാൽ ആലമുശ് ഷഹാദത്തിലുള്ള മനുഷ്യൻ, ദൃശ്യലോകത്തുള്ള മനുഷ്യനോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്ന തസബ്ബും സബബായിക്ക് സ്വീകരിക്കുന്ന ആ കാര്യം തന്നെ അത് ആലമുൽ ഗൈബിലേക്ക് അപ്ലൈ ചെയ്യാണ്. അത് പറ്റൂലല്ലോ, ഷഹാദത്തിനെയും ഗൈബിനെയും ഒരുപോലെ കാണാൻ പറ്റൂലല്ലോ, അതിലവര് ഖിയാസ് പിടിക്കുകയാണ്, അത് തെറ്റാണ് എന്ന കാര്യം തീർത്തും അയാൾ പറഞ്ഞു. ഇതന്നെയാണ് അവർക്ക് കൗങ്ങിനും തെങ്ങിനൊക്കെ ഒരേ തളപ്പ. മനുഷ്യനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണേ സഹവർത്തിക്കാൻ പറ്റും, നിങ്ങൾ സഹവർത്തിക്കണം എന്ന് അള്ളാഹ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ആളുകളെ അതേമാതിരി ജിന്നിനെ കാണാൻ പറ്റുമോ? ജിന്നിനോട് നിങ്ങൾ സഹവർത്തിക്കാൻ പോണ്ട, വർത്തിച്ചാൽ അവൻ നിങ്ങളെ കൊണ്ട് വലുത് വാങ്ങും. വലുത് എന്ന് പറഞ്ഞാൽ ഷിർക്ക്, കുഫർ. അതുകൊണ്ടാണ് ശൈഖ് റബീ പറഞ്ഞത്, ആ ഇസ്തിംതാഴ് നടത്തി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവനോട് സഹായം ചോദിച്ചവൻ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കുഫറോ ശിർക്കോ ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം കുഫറോ ശിർക്കോ ചെയ്തതിന് ശേഷമേ അവൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്തു വരുള്ളൂ. വെറുതെ അവിടുന്ന് കിട്ടൂല. അവിടുന്ന് പിശാച്ചിന്റെ അടുക്കൽ നിന്നൊരു കാര്യം കിട്ടണമെങ്കിൽ ഇനി ഒരു പിശാച്ചിൽക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു സാഹിർ പറയണ്ട്, പിന്നെ വലിയ താടിയും വെച്ചിട്ടുണ്ട്, പച്ചത്തട്ടോട്ടിട്ടുണ്ട്, അവർ മുത്തച്ഛയായി നടക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കണ്ട, ഒരിക്കലും വിശ്വസിക്കണ്ട. പിശാച്ച് അവനൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് നന്ന ചുരുങ്ങിയത് മുസാഫിമക്ക് മൂത്രമൊഴിപ്പിച്ചിട്ടുണ്ടാവും. ഏറ്റവും ചെറുതാ ഇസ്തിഹ്സ, കുഫർ. ഇതാണ് ഇതിന്റെ രീതി. പിന്നെ അടുത്തത് അൽ ഇസ്തിദ്ലാലു അലാ ദാലിക ബിൽ ഹദീസ്. അത് ശിർക്കാണ് എന്നതിന് ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചത്. അത് നോക്കി നിങ്ങൾ, അത് ശിർക്കാണ് എന്നതിന് മുസന്നിഫ് റഹിമഹുല്ലാഹ് തെളിവ് പിടിച്ചിട്ടുള്ളത് ഹദീസാണ്. ലിഅന്നൽ ഉലമാ ഇസ്തദല്ലു ബിഹി അലാ അന്ന കലിമാത്തില്ലാഹി ഗൈർ മഖ്ലൂഖ. അല്ലാഹുവിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സിഫത്തുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ഖാലൂ ലിഅന്നൽ ഇസ്തിആദത ബിൽ മഖ്ലൂഖ് ശിർക്ക്. സൃഷ്ടികളോട് ഇസ്തിആദത്ത്, ഒരു രക്ഷ ചോദിക്കുന്നത്, കാവൽ ചോദിക്കുന്നത്, വഴി ചോദിക്കുന്നത്, അല്ലെങ്കിൽ സഹായം ചോദിക്കുന്നത്, മൃഗത്തെ തടഞ്ഞു തരാൻ വേണ്ടി ചോദിക്കുന്നത്, ഇതൊക്കെ സബബല്ലാത്തതിനോട് നമ്മൾ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹിനോട് സഹായം ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ ഇവിടെ അള്ളാഹിന്റെ വചനങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ വചനം സൃഷ്ടിയാണോ? സൃഷ്ടിയല്ല. ആ വചനം എന്ന് പറയുന്നത് അള്ളാഹിന്റെ സിഫത്താണ് എന്നുള്ളതിന് ഇത് തെളിവാണ്. ഇത് ശിർക്കാണ്. അൽ ഇസ്തിദ്ലാലു അലാ ദാലിക ബിൽ ഹദീസ് لأن العلماء استدلوا به على أن كلمات الله غير مخلوقة. അള്ളാഹിന്റെ വചനങ്ങൾ സൃഷ്ടിയല്ല. അള്ളാഹിന്റെ വചനങ്ങൾ സൃഷ്ടിയായിരുന്നുവെങ്കിൽ ഒരു സൃഷ്ടിയോടും ഇസ്തിആദത്ത് നടത്താൻ പറ്റില്ല. قالوا لأن الاستعاذة بالمخلوق شرك. സൃഷ്ടികളോട് നമ്മൾ കാവൽ ചോദിക്കുന്നത് അത് ശിർക്കാണ്. ഇസ്തിആദത്ത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹിനോട് ഇസ്തിആദത്ത് ചോദിക്കുമ്പോൾ കൂടെ അള്ളാഹ് ഒരു സബബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബബും കൂടി നമ്മൾ ചെയ്യണം. ആ സബബ് പറയാത്ത ഒന്നിനെ നമ്മൾ സബബാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്, നന്ന ചുരുങ്ങിയത്. അവിടെ അള്ളാഹുവിനേക്കാൾ പോകാതെ സബബിലേക്ക് തന്നെ അയാൾ കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കുകയാണെങ്കിൽ അത് ശിർക്കുൻ അക്ബറുമായി തീരുന്നു. അർറാബിയത്തു ഫളീലത്തു ഹാദാ ദുആഇ മാ ഇഖ്തിസാരി. നാലാമത്തേത് ഈ ദുആയുടെ ഫളീല. ഇത് തൗഹീദിന്റെ, ഇത് ശിർക്കിന് പകരം വെച്ച തൗഹീദിന്റെ ദുആയാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള അറബികൾ അവര് ഒരു വാദിയിൽ ചെന്നാൽ
വിജനമായ ഒരു പ്രദേശത്ത് ചെന്നാൽ അവർ ശിർക്ക് ചെയ്തിരുന്നു, അവർ ജിന്നിനോട് സഹായം ചോദിച്ചിരുന്നു, കാവൽ ചോദിച്ചിരുന്നു. ആ ശിർക്കിന്റെ പകരം മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കേൾപ്പിച്ചിട്ടുള്ള തൗഹീദിന്റെ ദുആയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നുള്ളത്. ചെറിയ ദുആയാണെങ്കിലും അതീവ വിശിഷ്ടമായിട്ടുള്ള കാര്യമാണത്. അൽ ഖാമിസത്തു അന്ന കൗന ശൈ യഹ്സുലു ബിഹി മൻഫഅത്തുൻ ദുനിയവിയ്യ മിൻ കഫ്ഫി ശർ ഔ ജൽബി നഫ്ഇൻ ലാ യദുല്ലു അലാ അന്നഹു ലൈസ മിന അശ്ശിർക്ക് വഫീഹി ഫായിദ അദീം. ഏത് ഇമാം നബവിന്റെ ഗുരുനാഥൻ അവർ ഇതുപോലെ തന്നെ യാ ഇബാദല്ലാഹ് അഊനീനി അഈനൂനി എന്ന് പറഞ്ഞപ്പോൾ അവർക്കതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട്, അവർക്ക് വഴി കിട്ടിയിട്ടുണ്ട്, അവരുടെ വാഹനം നിന്നുപോയിട്ടുണ്ട്, വാഹനത്തെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. വഖദ് ജുർരിബത് മൻഫഅതുഹു, അതിന്റെ പ്രയോജനകാരിത പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടതാണ്. ഇതൊക്കെ ഇവിടെ വായിച്ചു കേട്ടൊരു കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ദുന്യാവിന് മൻഫഅത്തുണ്ടായി എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ശിർക്കല്ലാതാകുമോ? ആകൂല. വാചകം നോക്കി, കൗനശ്ശൈ അന്ന കൗനശ്ശൈ, ഒരു കാര്യം ആണെന്നത്, യഹ്സുലു ബിഹി, അത് മുഖേന കിട്ടുന്നു, മൻഫഅത്തുൻ ദുന്യവിയ്യത്തുൻ, ഈ ദുനിയാവിൽ ലൗകികമായ ഒരു നേട്ടം, ഒരു ഉപകാരം കിട്ടുന്നു എന്നത്. എന്ത് തരത്തിലുള്ള ഉപകാരം? മിൻ കഫ്ഫി ശർരിൻ, ഒരു തിന്മ തടയുക, ഔ ജൽബി നഫ്ഇൻ, അല്ലെങ്കിൽ ഒരു ഉപകാരം നേടുക. വാഹനത്തെ തടഞ്ഞു വെക്കുക എന്ന ഉപകാരം കിട്ടി, വഴി നഷ്ടപ്പെട്ടു എന്നുള്ള ആ ശർറ് തടഞ്ഞു, വഴി നേടുക എന്ന ഗുണമുണ്ടായി. ഇങ്ങനെയുള്ള ഒരു ഗുണം, ദുന്യവിയായ നേട്ടം കിട്ടി എന്നുള്ളത് ലായതുൽ, അത് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല അലാ അന്നഹു ലൈസ മിന ശിർക്ക്, അത് ശിർക്കപ്പെട്ടതല്ല എന്നതിന് അത് തെളിവുമല്ല. ശിർക്ക് ആയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ദുന്യവിയായ ചില മൻഫഅത്തുകൾ കിട്ടും. അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ്, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മആസിഹി മാ യുഹിബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, ഒരാൾ മഅസിയത്ത് ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നത് കാണാം. അത് കണ്ടാൽ അയാൾ ചെയ്യുന്നത് ശരിയാണെന്നോ അയാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് അയാൾ ഇസ്തിദ്റാജിലാണ്. അയാളെ അള്ളാഹു പരമാവധി കയറ് വിട്ടുകൊടുത്തിട്ട് എന്നിട്ട് അവസാനം കടുംപിടുത്തം പിടിക്കാൻ വേണ്ടി ഇസ്തിദ്റാജ് നടത്തുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. وبهذا القدر يكتفي اليوم وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا هداة مهتدين غير ضالين ولا مضلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد.